ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യരായ മാനേജർ റംബാച്ചമ്മാൻ, ബഹുമാനപ്പെട്ട മത്തായിക്കുട്ടിയച്ഛൻ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച വന്യനായ പ്രിൻസ് അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കുവാനായി ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഏറെ പ്രാർത്ഥനയോടുകൂടിയും ഏറെ ആത്മപ്രചോദനത്തോടുകൂടിയും ഇരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പട്ടമേറ്റിട്ട് 1.5 വർഷം കഴിഞ്ഞു. പട്ടമേറ്റ നാൾ മുതൽ ഇവിടെ വന്ന് ധ്യാനം എടുക്കുവാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെയും ഒരവസരം ലഭിച്ചില്ല. കഴിഞ്ഞ രാത്രിയിലാണ് 11 മണിക്ക് ശേഷമാണ് ഇപ്രകാരം ഒരു അവസരം, ഒരു നിയോഗം എൻ്റെ മേൽ വന്ന് വീണത്. ആദ്യം ഞാൻ തടസ്സം പറഞ്ഞു, എങ്കിലും പിന്നെയും ഞാൻ തീരുമാനിച്ചു, നോമ്പിലെ എൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്, അത് പരിശുദ്ധ പിതാവിൻ്റെ കബറിടത്തിൽ നിന്ന് തന്നെ ആയിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രസംഗ ശുശ്രൂഷയ്ക്കായി ദൈവം മുമ്പാകെ നിൽക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. അനേകർ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ദൈവ സാന്നിധ്യബോധത്തോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്പൂർ നോമ്പിലൂടെയുള്ള ഒരു വലിയ തീർത്ഥാടനത്തിലാണ് മലങ്കര സഭ മുഴുവനും. ക്രൈസ്തവ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമാണ്. തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതിന്. തീർത്ഥം തേടിയുള്ള യാത്ര എന്നാണ് തീർത്ഥാടനത്തെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഞാനതിനെ മനസ്സിലാക്കുന്നത് തീർത്ഥം വഹിച്ചുകൊണ്ട് യഥാർത്ഥമായ ദൈവിക ഉറവങ്കിലേക്ക് പ്രയാണം ചെയ്യുന്ന ശ്രേഷ്ഠമായ കാലങ്ങളെ തീർത്ഥാടന കാലങ്ങളെന്ന് വിളിക്കുവാനായിട്ട് കഴിയും. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പഴയ നിയമത്തിൽ നിന്നും ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ചിന്ത, ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ യാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവും വഹിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവും വഹിച്ചുകൊണ്ടുള്ള അവരുടെ യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി അപകടപൂരിതമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപകടങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വന്ന് അവരുടെ പ്രതിസന്ധിയുടെ കാരണങ്ങളെ ആരായുന്നുണ്ട്. ജീവിതത്തിലെ ദുർഘട നിമിഷങ്ങളെപ്പറ്റി ആ പ്രവാചകനോട് അവർ ആലോചന ചോദിക്കുന്ന പാരമ്പര്യം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഇതിന് തൊട്ടു മുൻപുള്ള 4, 5, 6 അധ്യായങ്ങളൂടെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ 7-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി നമുക്ക് ബോധ്യം വരികയുള്ളൂ. പക്ഷേ ആ 3 അധ്യായങ്ങളെപ്പറ്റി ഇപ്പോൾ വായിച്ച് പഠിക്കാനുള്ളൊരു സാവകാശം നമുക്കില്ല. അതുകൊണ്ട് ചില ചുരുക്ക വാക്യങ്ങളും ചിന്തകളും മാത്രം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. BC 1105 കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനവും ഫെലിസ്തീനുമായുള്ള ശക്തമായ പോരാട്ടത്തിന്റെ കാലഘട്ടമാണ്. ഇതിന്റെ ചരിത്രം അതാണ്, ശക്തമായ പോരാട്ടത്തിന്റെ കാലഘട്ടം. അവർ യഹോവയായി ദൈവത്തിന്റെ നിയമപ്പെട്ടവും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്യുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നിമിഷങ്ങൾ, അതിലൂടെ ദൈവസന്നിധിയിൽ അവർക്ക് വലിയ വിജയവും അവർക്ക് ലഭിക്കുന്നതായ അനുഭവമാണ്. എന്നാൽ ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം, അവിടെ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്:
കിര്യത്ത് യയാരി നിവാസികൾ വന്നു യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാവിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ ഏലയാസരനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഇസ്രായേൽ ജനത്തിന്റെ ജീവിത പശ്ചാത്തലം, മത സാംസ്കാരിക പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തിന്റെ നിയമപ്പെട്ടകവും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവരുടെ വംശശത്രുവായ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് പരാജയം സംഭവിക്കുന്നു. പരാജയം സംഭവിക്കുമ്പോൾ അവർക്ക് ആധ്യാത്മികമായ സുധീരമായ നേതൃത്വം നൽകുന്നത് ശമൂവേൽ പ്രവാചകനാണ്. ഈ ശമൂവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് ഈ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ദൈവത്തിന്റെ പ്രവാചക, ദൈവത്തിന്റെ നിയമപ്പെട്ടകം നമ്മുടെ മധ്യയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്, ദൈവത്തിന്റെ ആജ്ഞയാലാണ് നമ്മൾ മുൻപോട്ട് പ്രയാണം ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ നമ്മുടെ ശത്രുവായ ഫെലിസ്ത്യരെ തോൽപ്പിക്കുവാൻ മാത്രം നമുക്ക് കഴിയാതെ പോകുന്നു? ഇത് ദൈവജനത്തിന്റെ ഒരു നിരന്തരമായ മുറവിളിയാണ്. ദൈവജനത്തിന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് അവർ ദൈവസന്നിധിയിൽ ഉന്നയിക്കുന്നതായ ഒരു ആവശ്യമാണ്. അല്ലയോ ദൈവത്തിന്റെ പ്രവാചക, ദൈവത്തിന് നിയമപ്പെട്ടകം നമ്മുടെ മധ്യ ഉണ്ടായിട്ട് പോലും ഫെലിസ്ത്യരെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? അപ്പോൾ പ്രവാചകൻ ദൈവസന്നിധിയിൽ അവരെ പറ്റി പ്രാർത്ഥിക്കുകയും ഈ ജനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലൂടെ പ്രവാചകന് വെളിപ്പെടുന്നതായ ചിന്തകൾ അവരോട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ. ഒന്നാമത്തെ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അതാണ്. കിര്യത്ത് യയാരി നിവാസികൾ വന്നു യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാവിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ ഏലയാസരനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. അപ്പൊ ദൈവത്തിന്റെ പെട്ടകം വഹിക്കുവാനുള്ള ഒന്നാമത്തെ പടി അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണ്? പെട്ടകം സൂക്ഷിക്കുവാനായി ആ പെട്ടകം വഹിക്കുന്ന ആളിനെ ശുദ്ധീകരിച്ചു. ഈ വേദവാക്യം ആരംഭിക്കുന്നത് കിര്യത്ത് യയാരീം എന്ന നിവാസികളുമായി ബന്ധപ്പെട്ടാണ്. കിര്യത്ത് യയാരീം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അവിടെയുള്ള മതസങ്കര വർഗജാതികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരിടമാണ് കിര്യത്ത് യയാരീം എന്ന് പറയുന്നത്. അത് യഹൂദ മക്കളുടെ ഒരു പട്ടണമായിട്ടാണ് പിന്നീടുള്ള ചരിത്രകാരന്മാരൊക്കെ അതിനെ വിളിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം സിറ്റി ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ്. ഒരു വനപ്രദേശമാണ്. ഈ ഒരു പട്ടണമാണെങ്കിൽ പോലും അതിൻ്റെ മുന്തിയ ഭാഗവും ഒരു വനപ്രദേശമാണ്. അവിടെ ധാരാളമായ ഭീകരമായ അപകടപൂരിതമായ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കിര്യത്ത് യയാരീം എന്ന് പറയുന്ന ഈ സ്ഥലം. AD 5-ാം നൂറ്റാണ്ടില് ബൈസന്റിയൻ സഭ ഇവിടെയാണ് തടിച്ചു വളർന്നാണ് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഞാനും നിങ്ങളും ഇന്നൊരു യാത്രയിലാണ്. ഏതാണ് നമ്മുടെ യാത്ര? പരിശുദ്ധ 50 നോമ്പാകുന്ന ഈ യാത്ര. ഈ യാത്രയില് ദൈവത്തിന്റെ പെട്ടകം, ദൈവം തന്നെ നമ്മോടുകൂടെ ഉണ്ട്. അതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ നോമ്പിന്റെ ഈ കാലഘട്ടം. നോമ്പിന്റെ കാലഘട്ടം മാത്രമല്ല, ക്രിസ്തീയ ജീവിതം മുഴുവനും ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. എന്നാൽ പിതാക്കന്മാര് പ്രാർത്ഥനയിൽ കൂടി പ്രത്യേകമായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നോമ്പ് ഏറെ തീവ്രമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ജാഗരണത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും ഒക്കെ ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ദൈവത്തോട് ഒപ്പം, ദൈവത്തോട് കൂടെ, ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിലും നമുക്കും ഒത്തിരി പോരാട്ടങ്ങളുണ്ട്, ഒത്തിരി യുദ്ധങ്ങൾ, ഒത്തിരി ഇത്തരത്തിലുള്ള അനുഭവത്തിൽ കൂടി ഞാനും നിങ്ങളും മുൻപോട്ട് പോകുന്ന ഒരു അനുഭവമാണ്. ഇപ്പൊ നോമ്പ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ളൊരു യാത്രയുമാണ്. പഴയ നിയമ ഇസ്രായേലിന്റെ ആധ്യാത്മിക ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ നിയമപ്പെട്ടകവും വഹിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുന്നു. അവരുടെ ആധ്യാത്മികതയുടെ ഒരടയാളം തന്നെയാണ് ഈ ദൈവത്തിന്റെ നിയമപ്പെട്ടകം. ഈ നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന
ആധ്യാത്മിക വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ്? ഒന്നാമതായി ദൈവത്തിൻ്റെ കൽപ്പലകകൾ. ദൈവം സീനായി പർവ്വതത്തിലൂടെ മോശ വഴി നൽകിയ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പലകകൾ ഈ പെട്ടകത്തിലുണ്ട്. രണ്ടാമതായി മന്ന ഇട്ടുവെച്ച പൊൻപാത്രം എവിടെയുണ്ട്? ഈ നിയമപ്പെട്ടകത്തിലുണ്ട്. മൂന്നാമതായി അഹറോന്റെ തളിർത്ത വടിയും ഈ നിയമപ്പെട്ടകത്തിലുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ആധ്യാത്മികമായ ശ്രേഷ്ഠമായ ഒരു സാന്നിധ്യത്തിലാണ് ഇസ്രായേൽ ജനം മുൻപോട്ട് പോകുന്നത്. ദൈവം അവരെ നടത്തുന്നു എന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ട്. പക്ഷേ വ്യക്തിപരമായി അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ ഈ പെട്ടകം വഹിക്കുവാനുള്ള ഒരു യോഗ്യതയും അവർക്ക് ഇല്ല. യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നത്? പരാജയങ്ങൾ ഉണ്ടാകുന്നത്. ഫെലിസ്ത്യര് ഏറെ ശക്തരായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ പുതിയ നിയമ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ള ഈ ജീവിതത്തിൽ, ഈ ദൈവത്തിന്റെ നിയമപ്പലക എന്ന് പറയുമ്പോൾ, കൽപ്പലക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്കുണ്ട്. മന്നയിട്ട വെച്ച പൊൻപാത്രം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ തിരുശരീരക്തങ്ങൾ നമുക്കുണ്ട്. അഹരോന്റെ തളർത്തവടി എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന വിശുദ്ധ സ്ലീവ നമുക്കുണ്ട്. വിജയത്തിന്റെയും സഹനത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ആധ്യാത്മിക അടയാളമാണ് കുരിശ്. അത് നമുക്കുണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ജാഗരണമുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് പിശാച് ഏറെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മെ തോൽപ്പിക്കുവാനായി, നമ്മെ അടിച്ച് നിരത്തുവാനായി എന്തുകൊണ്ട് അവൻ ശക്തി പ്രാപിക്കുന്നു? ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, നോമ്പെടുക്കുന്നു, 7 നേരത്തിൽ ഞാൻ യാമ നമസ്കാരങ്ങളെല്ലാം നടത്തുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവിനോട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആരെങ്കിലും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആലോചന കഴിച്ചാൽ ഈ നിമിഷങ്ങളിൽ ദൈവം നമ്മോട് ഇടപെടും. എവിടെയാണ് നമ്മുടെ കുറവുകൾ? എവിടെയാണ് പരാജയത്തിന്റെ കാരണങ്ങൾ? എവിടെയാണ് ദൈവത്തെ വഹിക്കുവാനുള്ള യോഗ്യതകൾ ഇല്ലാത്ത അനുഭവം എവിടെയൊക്കെയാണെന്ന് ദൈവം ഈ പകൽക്കാലം നമ്മോട് ആഹ്വാനം ചെയ്യും. നോമ്പിന്റെ പൊതുവായ സൂതാറ നമസ്കാരത്തിൽ എക്ബോയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഞാൻ അബ്രഹാമിൽ നിന്ന് വെള്ളം യാചിക്കുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ജീവജലമായ നിന്നെ ഞാൻ സഹയാത്രികനായി ബാക്കി എന്താ സ്വീകരിച്ചിരിക്കുന്നു. ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ്. നോമ്പിന്റെ എല്ലാ പ്രാർത്ഥനയും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. എന്നാൽ നമുക്ക് ഏറെ ബലം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഇതുവരെ ഈ പ്രാർത്ഥന ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നോമ്പിന്റെ നമസ്കാര പുസ്തകമുണ്ട്. 3 നോമ്പിന്റെയും 50 നോമ്പിന്റെയും നമസ്കാര പുസ്തകമുണ്ട്. ആ നമസ്കാരത്തില് പൊതുവായ സൂത്താറ നമസ്കാരത്തിന്റെ എക്ബോയിലെ പ്രാർത്ഥനയാണ്. അവിടെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അബ്രഹാമിൽ നിന്ന് വെള്ളം യാചിക്കാതിരിക്കേണ്ടതിന് ജീവജലമായ നിന്നെ ഞാൻ സഹയാത്രികനായി സ്വീകരിച്ചിരിക്കുന്നു. നിത്യജീവന്റെ ഉറവയായ യേശു ക്രിസ്തുവിനെ സഹയാത്രികനായി സ്വീകരിച്ചുകൊണ്ടാണ് എവിടേക്ക് പ്രവേശിക്കുന്നത്? നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. നോമ്പിലേക്ക് പ്രവേശിക്കുക പറയുമ്പോൾ നോമ്പ് കഴിയുമ്പോൾ ഈ നിത്യജീവന്റെ ഉറവ വിട്ടുകളഞ്ഞ് തുടർ പ്രക്രിയയിലേക്ക് പോകണമെന്നല്ല അതിന്റെ അർത്ഥം. പിതാക്കന്മാർ അങ്ങനെയല്ല ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവന്റെ ജീവിതം എവിടെ അവസാനിക്കുന്നുവോ, അത് മരണമോ മരണത്തിനപ്പുറമോ എന്തുവായിക്കോട്ടെ, അവന്റെ ജീവിതത്തിൽ മുഴുവൻ ഈ നിത്യജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ആരാധനാ ജീവിതത്തിന്റെ സൗഷ്ഠവം തന്നെ അത് തന്നെയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ക്രിസ്തു ബന്ധിതമായ ഒരു ജീവിതം. ഈ ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടോ എന്ന് ഈ പകൽക്കാലം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ബന്ധിതമായ ഒരു ജീവിതമാണോ, ലോകബന്ധിതമായ ഒരു ജീവിതമാണോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, ശമൂവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഇസ്രായേൽ ജനം ശമൂവേലിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി ഇതാണ്: പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പെട്ടകം വഹിക്കുവാനായി നിങ്ങൾ എന്ത് ചെയ്യണം? ആ പെട്ടകം വഹിക്കുന്ന ആളിനെ വിശുദ്ധീകരിക്കണം. ഒരു പവിത്രീകരണം
നമുക്ക് ആവശ്യമാണ്. നോമ്പ് ആത്മസംസ്കരണത്തിൻ്റെ ഒരനുഭവമാണ്. ആത്മസംസ്കരണത്തിൻ്റെ വ്രതശുദ്ധിയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദണ്ഡ നമസ്കാരത്തിലൂടെ ആത്മസംസ്കരണത്തിലേക്ക്, യഥാർത്ഥമായ പവിത്രതയിലേക്ക്, പരിപാലന അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരനുഭവമാണ് ഈ നോമ്പ്. അങ്ങനെയുള്ള ഒരനുഭവത്തിലൂടെ മാത്രമേ ക്രിസ്തുവിനെ വഹിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അവരുടെ വിശുദ്ധി അശുദ്ധി അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് കടന്നു വന്നതെന്ന് അടുത്ത വാക്യത്തിലൂടെ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് യഹോവയായ ദൈവം മോശ വഴി കൽപ്പന കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ള പ്രഥമമായ ഒരു കൽപ്പന അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ജീവിതം, ഇസ്രായേലിന്റെ ചരിത്രം, അവരുടെ ആധ്യാത്മിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവരെല്ലാ കാലവും യഹോവയായി ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക്, അന്യ സാഹചര്യങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്ന അബദ്ധസഞ്ചാരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ പഴയ നിയമത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. എവിടെയെല്ലാം അവർ പാർത്തുവോ അവിടെയെല്ലാം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവയ്ക്ക് ബലി കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്നത്, പെട്ടകം വഹിക്കുവാനായി നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം. യോശുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ, നാളെ യഹോവയായ ദൈവം നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കും. വാക്യമൊക്കെ നമുക്ക് കാണാതെ അറിയാം. ഞാൻ പറയുന്ന ഓരോ വാക്യത്തിൻ്റെയും ബാക്കി ഭാഗങ്ങളൊക്കെ എല്ലാവരും ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ദൈവവചനത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മെ സ്പർശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുക. ഈ പകൽക്കാലം ഒരു വിശുദ്ധീകരണത്തിന്റെ പകൽക്കാലമായി തീരട്ടെ. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടുപിടിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ഈ പകൽക്കാലം ഒരു വിടുതലിന്റെ ദൈവം നമ്മോട് ശക്തമായി ഇടപെടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ഇവിടെ ഇതാ ദൈവത്തിന്റെ പ്രവാചകൻ ശമൂവേൽ പ്രവാചകൻ ദൈവജനത്തോട് പറയുകയാ, അല്ലയോ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പെട്ടകം നിങ്ങളുടെ മധ്യ ഉണ്ടായാലും ആ പെട്ടകം വഹിക്കുവാനുള്ള യോഗ്യത ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളിൽ ഭയപ്പെടുന്ന ഫെലിസ്ത്യരെ തോൽപ്പിക്കുവാൻ ദൈവമായ കർത്താവ് തന്നെ സ്വർഗ്ഗോന്നതങ്ങളെ ഭേദിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ദൈവം അവരോട് ആലോചന കഴിക്കുകയാണ്. വിശുദ്ധീകരണം പലവിധമുണ്ട്. ഒന്നാമതായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് വ്യക്തിപരമായ വിശുദ്ധീകരണമാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒന്നാമതായി നമുക്ക് ഉണ്ടാകേണ്ടത് വ്യക്തിപരമായ വിശുദ്ധീകരണമാണ്. വ്യക്തിപരമായ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഏറെ ആഴമായ ചിന്തകൾ അവിടെയുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് വിലയിരുത്തുക. ദൈവമേ, എൻ്റെ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തോട് ചോദിക്കും. ഒന്നാമതായി വേണ്ടത് വ്യക്തിപരമായ വിശുദ്ധീകരണം. രണ്ടാമതായി നമുക്ക് വേണ്ടത് കുടുംബപരമായ ഒരു വിശുദ്ധീകരണം. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന എവിടെ ലോഡ്ജിലാണോ അതോ ഹോസ്റ്റലിലാണോ? അവിടെ താമസിക്കുന്നവരും കാണുമായിരിക്കാം. എന്നാലും ഈ 80% ആളുകളും ജീവിക്കുന്ന എവിടെയാ? കുടുംബത്തില്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, സഹോദരങ്ങളുണ്ട്. അങ്ങനെ കുടുംബപരമായ ഒരു പശ്ചാത്തലത്തില് നമ്മുടെ കുടുംബജീവിതത്തെ ശുഷ്കമാക്കുന്ന, നമ്മുടെ കുടുംബജീവിതത്തെ അശുദ്ധമാക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഈ പകൽക്കാലം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുക. മൂന്നാമതായി സാമൂഹ്യപരമായ ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവനൊരു വ്യക്തിയോ ഒരു കുടുംബത്തിൽ ഒതുങ്ങിയോ അല്ല അവൻ ജീവിക്കുന്നത്. അവൻ എപ്പോഴും താൻ ഉൾക്കൊള്ളുന്ന പരിസരവുമായി, പരിസ്ഥിതിയുമായി, സമൂഹമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സമൂഹത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ട് കളങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. അവിടെ പറയുന്നത് ദൈവത്തിന്റെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു,
പെട്ടകം കിരിയത്ത് എയാരിമിൽ ആയിരുന്നിട്ടും ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. ആ 3-ാമത്തെ വാക്യത്തിലാണ് അതിൽ 1-ാമത്തെ ചിന്തയുടെ കാതലായ അംശം ഉൾക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: അപ്പോൾ ശമൂവേൽ പ്രവാചകൻ വീണ്ടും ദൈവജനത്തോട് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തോട് പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ, അടുത്ത വാക്യം അടിവരയിട്ട് ഹൃദയത്തിൽ പതിയട്ടെ, അന്യ ദൈവങ്ങളെയും അസ്തേരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇസ്രായേൽ ജനം ഭയപ്പെടുന്ന അവരുടെ വംശശത്രു എന്ന് പറയുന്നത് ഫെലിസ്ത്യരാണ്. ഈ ഫെലിസ്ത്യരെ തോൽപ്പിക്കുവാൻ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തിട്ടും ദൈവത്തിന്റെ പെട്ടകവും വഹിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ പെട്ടകം വഹിക്കുവാനുള്ള ഒരു യോഗ്യതയോ ഒരു വിശുദ്ധീകരണമോ അവരുടെ ജീവിതത്തിൽ ഇല്ല. പ്രവാചകൻ അവരെ സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചു. ഒന്നാമതായി അവരോട് പറഞ്ഞു, പെട്ടകം വഹിക്കുന്ന ആൾ വ്യക്തിപരമായി വിശുദ്ധീകരണം നേടണം. രണ്ടാമതായി വ്യക്തിപരമായ വിശുദ്ധീകരണം നേരിട്ടും പ്രവാചകൻ നോക്കിയപ്പോൾ അവര് ആ ഒരു മിശ്രിതമായ ജാതികളുടെ ഇടയിൽ വസിച്ചവരാ. കനാന്യര്, ഹിത്യര്, പെരിസ്യര്, യബൂസിയര്, അങ്ങനെ വിഭിന്നമായ മതസങ്കര വർഗത്തിന്റെ ഇടയിൽ കഴിഞ്ഞുകൂടിയവരാണ് ഇസ്രായേൽ ജനം. അവരുടെ സ്വാധീനങ്ങളും സാധ്യതകളും ആരാധന പാഠവങ്ങളൊക്കെ ഇന്നും അവർ പിന്തുടരുന്നുണ്ട്. നോക്കിയപ്പോൾ അസ്തേരത്ത് പ്രതിഷ്ഠകളും അന്യദൈവ വിഗ്രഹ മാലിന്യങ്ങളും ഏറെ ഇന്നും അവരറിയാതെ അറിഞ്ഞോ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അത് അവരുടെ ജീവിതത്തിലെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് പ്രവാചകൻ അവരോട് വ്യക്തപരമായി ശക്തമായി അവരോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥമായി സത്യദൈവമായ യഹോവയെ ആരാധിക്കുവാൻ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എവിടേക്ക് തിരിയണം? യഹോവയെങ്കിലേക്ക് തിരിയണം. നിങ്ങളുടെ ജീവിതത്തിൽ അന്യദൈവങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വിഗ്രഹമാലിന്യങ്ങളുണ്ട്. സത്യദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റുന്ന ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പരിപൂർണമായി വിട്ടെങ്കിൽ, ദൈവശ്രദ്ധയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം നിങ്ങളുടെ വംശശത്രുവായ ഫെലിസ്ത്യരെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പരിശുദ്ധ നോമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു അവകാശപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെതായ മ്ലേച്ഛതകൾ, ലോകത്തിൻ്റെതായ കെട്ടുപാടുകൾ, ലോകത്തിൻ്റെതായ ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. എന്താണ് വിഗ്രഹം? എന്താണ് മാലിന്യം? വിഗ്രഹം എന്ന് പറയുമ്പോൾ ഒരുവനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഏതു സാഹചര്യവും വിഗ്രഹമാണ്. ക്രിസ്തുവിന് ഉപരിയായി, ദൈവത്തിന് പകരമായി നാം എന്തിൽ ആഗ്രഹിക്കുന്നുവോ, എന്തിൽ ആശ്രയം വയ്ക്കുന്നുവോ, അതെല്ലാം എന്താണ്? വിഗ്രഹമാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഒത്തിരി വ്യക്തികൾ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഒന്നാമതായി കാണുന്ന വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സക്കായിയാണ്. സക്കായി ഒരിക്കല് അവൻ യേശുവിനെ കാണണമെന്നുള്ള അഗാധമായ ആഗ്രഹത്തോടുകൂടി, ഉത്കടമായ അഭിവാഞ്ചയോടുകൂടി അവൻ ഓടി വരികയാണ്. ഓടി വരുമ്പോൾ ക്രിസ്തുവിന് ചുറ്റും ധാരാളം ആളുകൾ. അവരെന്ത് ചെയ്തു? അവരൊന്നും ചിന്തിച്ചില്ല, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഈ ഒരു ആഗ്രഹം മാത്രമേ സക്കായിക്കുള്ളൂ. സക്കായി എവിടേക്ക് വലിഞ്ഞു കയറി? അവൻ കാട്ടത്തിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി. പക്ഷേ ഈ വരുന്ന വരവും കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുന്നത് അനുഭവവും എല്ലാം ആരും അറിയുന്നുണ്ട്? സർവശക്തനായി ദൈവം കർത്താവ് അറിയുന്നുണ്ട്. അവൻ കാട്ടത്തിയുടെ ആ തളർത്തു നിൽക്കുന്ന ആ കാട്ടത്തിയുടെ ഇലയുടെ മറവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ക്രിസ്തു എന്നെ കാണരുത്. ഈ ഒരു ആഗ്രഹത്തോടു കൂടി കാട്ടത്തിയുടെ മുകളിലേക്ക് കയറുമ്പോൾ ദൈവം തമ്പുരാൻ സക്കായിയെ വിളിക്കുന്നു, സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ പാർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, ക്രിസ്തു എന്നെ കാണരുത്, എനിക്ക് ക്രിസ്തുവിനെ കാണണം. ഈ ഒരു ആഗ്രഹത്തോടെ സക്കായി കാട്ടത്തിയിലേക്ക് കയറിയത്.
സക്കായിയോട് പറയുക, സക്കായിയെ നീ വേഗം വേഗം ഇറങ്ങി വരിക. എവിടെ നിന്ന് ഇറങ്ങി വരാന്? എവിടെന്നാ? അവിടെ ആ സഹോദരി പറയുന്നു, കാട്ടത്തിയുടെ മുകളിൽ നിന്നാണ്. ഞാൻ പറയും, കാട്ടത്തിയുടെ മുകളിൽ നിന്നല്ല. സക്കായി ഇന്നയോളം അനാവശ്യമായി സ്വരുക്കൂട്ടിയ, ഇന്നയോളം അവൻ അന്യായമായി സ്വരൂപിച്ച ആ ധനത്തിന്റെ മുകളിൽ നിന്ന് ക്രിസ്തുവിങ്കലേക്ക് ഇറങ്ങി വരുവാനായിട്ടാണ് ദൈവം അവന്റെ ആ ഹൃദയത്തോട് മന്ത്രിച്ചത്. സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക. കാട്ടത്തിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുവാൻ തമ്പുരാൻ പറഞ്ഞിട്ടേ ഇല്ല വേദപുസ്തകത്തിൽ. എന്നാൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, സക്കായിയെ നീ അന്യായമായി ഇന്നയോളം സ്വരുക്കൂട്ടിയ ആ ധനത്തിന്റെ മുകളിൽ നിന്ന്, നീ ഇന്നയോളം ആശ്രയം വെച്ച, ഇന്നയോളം നീ പ്രഥമമായി കരുതിയ ആ വലിയ ധനം നിനക്കൊരു വിഗ്രഹമാണ്. ക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റുന്നതായ ഒരു അനുഭവമാണ്. ധനം സമ്പാദിക്കണ്ട എന്ന് വേദപുസ്തകം പറയുന്നില്ല. പക്ഷേ അന്യായമായി സമ്പാദിക്കുന്നതിന് ക്രിസ്തു എതിരാണെന്ന് വേദപുസ്തകവും ദൈവവചനവും നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തു ബന്ധിതമായ ജീവിത ശൈലിയിൽ നിന്ന് എന്നെ നിങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു ഘടകം ഒരുപക്ഷെ ധനമാകാം. ഇന്ന് പലപ്പോഴും ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി, ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവാലയത്തിലേക്ക്, എന്തിന് ഭവനത്തിൽ പോലും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് കഴിയാതെ പോകുന്നു. ജോലിത്തിരക്ക്, ഒന്ന് ജോലിത്തിരക്കാണ്. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ അവർ കുടുങ്ങുകയാണ്. എന്നാൽ ഒന്ന് തിരിച്ചറിയണം, യേശുവില്ലാതെ മുൻപോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ യേശുവില്ലാതെ എന്തെല്ലാം വാരിക്കൂട്ടിയാലും, നമ്മുടെ നോമ്പിന്റെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ, നിന്റെ ധനത്തിന് നിന്റെ പനി മാറ്റുവാൻ കഴിവില്ല എങ്കിൽ, നിന്റെ ധനത്തിന് നിന്റെ പനി മാറ്റുവാൻ കഴിവില്ല എങ്കിൽ നീ എന്തിനു വേണ്ടി ധനം വാരിക്കൂട്ടുന്നുവെന്ന് നോമ്പിന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. എത്ര ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാ! നിന്റെ ധനത്തിന് നിന്റെ പനി മാറ്റുവാൻ കഴിയുന്നില്ല എങ്കിൽ. കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് അമേരിക്കയിൽ നിന്നും ഒരു കുടുംബം നാട്ടിലേക്ക്, അവർ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് കടന്നു വന്നു. അവർ ധാരാളം സമ്പാദിച്ച് നാട്ടിലേക്ക് കടന്നു വന്നു. ഇനി ശിഷ്ടായസ് കാലം നാട്ടിൽ വന്ന് ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ കഴിഞ്ഞുകൂടുവാനുള്ള വലിയ താല്പര്യത്തോട് കടന്നു വന്നതാണ്. അവർ നാട്ടിൽ കടന്നു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്കൊരു പനി പിടിപെട്ടു. അവർ ഡോക്ടറെ കണ്ടില്ല. ഒരു നേഴ്സ്, റിട്ടയർഡ് നേഴ്സായത്, അമേരിക്കയിൽ വർക്ക് ചെയ്ത ഒരു നേഴ്സ് ആയതുകൊണ്ട് ഡോക്ടറെ കണ്ടില്ല. മരുന്നൊക്കെ കയ്യിലുണ്ട്. അവരെന്ത് ചെയ്തു? പനിയുടെ ഒരു ഗുളിക എടുത്ത് കഴിച്ചു. പ്രിയമുള്ളവരെ, ഗുളിക കഴിച്ച് 2-ാം ദിവസമായപ്പോൾ ദേഹമൊക്കെ കുരുക്കൾ പോലെ ഇങ്ങനെ പൊങ്ങുവാനായിട്ട് തുടങ്ങി. കൊമള പോലെ വന്ന് പൊങ്ങി. ദേഹം മുഴുവൻ അല്പം പോലും തൊലിയില്ലാതെ എല്ലായിടവും അങ്ങനെ കുമള വന്ന് പൊങ്ങി. 2-ാം ദിവസമായപ്പോൾ ആ കുമളയൊക്കെ പൊട്ടി. 3-ാം ദിവസമായപ്പോൾ അത് നാറ്റം വെക്കുവാൻ തുടങ്ങി. എന്തിന്? 4 വർഷമായി ഇന്ന് വരെയും ആ ദേഹത്തുണ്ടായ ആ അലർജി ഇന്ന് വരെയും മാറിയിട്ടില്ല. നോക്കിക്കേ, 10, 60, 65 വയസ്സ് വരെ അമേരിക്കയിൽ കിടന്ന് ധാരാളം ധനം സമ്പാദിച്ച് ശിഷ്ടായുസ്കാലം നാട്ടിൽ കടന്നു വന്ന് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് കടന്നു വന്നത്. പക്ഷേ വാരിക്കൂട്ടിയ ധനം, ആ ധനം കൊണ്ട് അവരുടെ രോഗത്തെ ഭേദമാക്കുവാൻ കഴിയാതെ വരുന്നു. നമ്മുടെ ഈ പരിമലയ്ക്ക് അടുത്തുള്ളൊരു പ്രദേശമാണ്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. പറഞ്ഞ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏതാനും ചിലർക്കെങ്കിലും ആ വ്യക്തിയെ അറിയാവുന്നവരായിരിക്കും. നോക്കിക്കേ, ഏറെ മനക്കോട്ടകൾ കെട്ടി, ഏറെ ആഗ്രഹത്തോടു കൂടി നാട്ടിലേക്ക് കടന്നു വന്നു. നിസാരം പനിയുടെ ഒരു ഗുളിക കഴിച്ചതാ, അലർജിയായി, അത് രക്തത്തിൽ കലർന്നു. ഒരിക്കലും ആധുനിക ചികിത്സകൾ പോലും ഫലിക്കാതെ ഇന്നും ദേഹമാസകലം വട്ടച്ചെറികളാൽ കഷ്ടപ്പെടുകയാണ്. എന്തിന്? നാം ഇന്ന് ആശ്രയം വയ്ക്കുന്ന ധനം, നാം ഇന്ന് പ്രഥമമായി ചിന്തിക്കുന്ന ധനം, അത് ദൈവസ്ഥനിൽ നിന്ന് അകറ്റുന്നതായി പലപ്പോഴും തീരുന്നില്ലേ? എന്തിന്? ഇവിടേക്ക് ധ്യാനത്തിനായി കടന്നു വന്നു. രാവിലെ 8 മണിക്ക് ഇറങ്ങിയവർ കാണും, 7 മണിക്ക് ഇറങ്ങിയവർ കാണും, 9 മണിക്കും 10 മണിക്കും ഇറങ്ങിയവർ കാണും. വീട്ടിൽ ഏകയായി താമസിക്കുന്നവർ കാണും. വീട് പൂട്ടി ഭവനത്തിൽ നിന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അലമാരികൾ 10 പൂട്ടി, വീടിന്റെ കതക് മൊത്തം പൂട്ടി, വണ്ടിയെടുത്തു, അത് സ്റ്റാർട്ട് ചെയ്ത് റോഡിലിറങ്ങി, ഗേറ്റ് പൂട്ടി, വണ്ടി ഓടിച്ച് പരിമലയിലേക്ക് കടന്നു വന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്ത നാം ഊരിയിട്ട ചെരുപ്പിലും, നമ്മൾ ഓഫ് ചെയ്ത വണ്ടിയിലും, പൂട്ടിയിട്ട ഗേറ്റിലും, ഭവനത്തിലും, അലമാരിയിലും പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ പതറിപ്പോകാറില്ലേ? ക്രിസ്തു കേന്ദ്രീകൃതമായ
മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഇവിടെ ഇതാ സഖായിയോട് ദൈവം പറയുകയാണ്, സഖായിയെ നീ വേഗം ഇറങ്ങി വരിക. കാട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുവാനല്ല സഖായിയോട് പറയുന്നത്. സഖായി, നിന്നയോളം അന്യായമായി സമ്പാദിച്ച ധനത്തിൽ നിന്ന്, മുതൽക്കൂട്ടിൽ നിന്ന് ക്രിസ്തുവിങ്കലേക്ക് നീ എന്നിലേക്ക് ഇറങ്ങി വരിക. ഇവിടെ ഇരിക്കുമ്പോഴും ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോഴും ക്രിസ്തുവിങ്കലേക്കുള്ള നമ്മുടെ ദൂരം എത്രയെന്ന് ശാന്തമായി ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ധനം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. സഖായി ഇറങ്ങി വന്നു. സഖായിയുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായി. ക്രിസ്തുവിന്റെ കണ്ണ് സഖായിയുടെ കണ്ണിലുടക്കിയപ്പോൾ സഖായി പറയുക, ഞാൻ ന്യായമായി സമ്പാദിച്ചതിന്റെ ഇരട്ടിയായി ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. എനിക്ക് ക്രിസ്തുവിനെ മതി, എനിക്ക് യേശുവിനെ മതി. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയിലൂടെയാണെന്ന് സഖായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ചിലർക്ക് ക്രിസ്തുവിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ചിലർക്ക് പ്രതാപമാകാം, ചിലർക്ക് കുടുംബ മഹിമയാകാം, പാരമ്പര്യമാകാം. കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ രാത്രിയുടെ ഏകാന്തതയിൽ യേശുവിനെ തേടി വരുന്ന നിക്കോദിമോസിന്റെ അനുഭവം. പകൽ സമയത്ത് അവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല. കാരണം അവൻ ഉൾക്കൊണ്ടിരിക്കുന്നതായ ഒരു മതപശ്ചാത്തലമുണ്ട്, അവൻ ഉൾക്കൊണ്ടിരിക്കുന്നതായ ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്, അവൻ ഉൾക്കൊണ്ടിരിക്കുന്നതായ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. ആ അനുഭവങ്ങളൊന്നും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ അവൻ തടസ്സമായി നിൽക്കുകയാ. അതുകൊണ്ട് രാത്രിയുടെ മറപറ്റി, രാത്രിയുടെ ഏകാന്തതയിൽ യേശുവിന്റെ അടുക്കലേക്ക് നിക്കോദിമോസ് കടന്നു വരുന്നു. കടന്നു വന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായി, ഇസ്രായേലിന്റെ വിമോചകനായി കടന്നു വന്ന ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് യേശുവിനോട് അവൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചിലർക്ക് ധനം യേശു ക്രിസ്തുവിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നു. ചിലർക്ക് പ്രതാപവും പാരമ്പര്യവും കുടുംബ മഹിമയും വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒക്കെ ചിലരെ യേശു ക്രിസ്തുവിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇന്ന് പകൽക്കാലം ചിന്തിക്കുക, എന്റെ കർത്താവേ, നിന്നിൽ നിന്ന് അകറ്റുന്നതായ വിഗ്രഹമാലിന്യം എന്താണെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഇവിടെ ഇതാ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, അല്ലയോ ഇസ്രായേൽ ജനമേ, ദൈവത്തിന്റെ പെട്ടകം വഹിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. തീർന്നില്ല, സത്യദൈവമായ യഹോവയിലേക്ക് നിങ്ങൾ തിരിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോട് അവങ്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നോളം ആശ്രയം വെച്ചിരിക്കുന്ന വിഗ്രഹമാലിന്യങ്ങളെയും അസ്ഥിരത്വ പ്രതിഷ്ഠകളെയും വിട്ട് യഹോവയായ ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക. കാരണം ഇസ്രായേൽ ജനം ഏറിയ പങ്കും അവര് കൃഷിയുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ആടുമാടുകളെ സേവിച്ചുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ആ കൃഷിക്കുണ്ടാകുന്ന കേടുപാടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പലപ്പോഴും അന്യദൈവത്തിങ്കിലേക്ക് ദൈവങ്ങളിലേക്ക് അവർ ഓടിപ്പോകുന്ന ഒരു പശ്ചാത്തലം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പലപ്പോഴും ഏറിയ പങ്കും അവർ അന്യദൈവങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് അവരുടെ കൃഷിയും കൃഷികാര്യങ്ങളും അവരുടെ വ്യാപാര മേഖലകളൊക്കെ അവർ നിറപടിയായിരുന്നു. ഇന്ന് പലപ്പോഴും കച്ചവട രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ ഏറിയ പങ്കും പലപ്പോഴും ഒരു പേരിന് മാത്രം പള്ളിയും ഒരു പേരിന് മാത്രം ദൈവവുമായി ബന്ധപ്പെടുന്ന ഒത്തിരി ഏറെ പേരുണ്ട്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കുന്നംകുളം ഭാഗത്തേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു അനുഭവം എന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ശ്ലീബാദാസ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് രണ്ട് വട്ടമെങ്കിലും യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കുന്നംകുളത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഏറിയ ഭൂരിഭാഗം ആളുകളും കച്ചവടവുമായി ബന്ധപ്പെട്ടവരാ. ഓർത്തഡോക്സുകാരെന്ന് അഭിമാനിക്കുമ്പോഴും അവരുടെ വ്യാപാര മേഖലകളിൽ യേശുവിൻ്റെ പടവുമുണ്ട്. പിന്നെ ഒരു ചില്ലിട്ട ഒരു കണ്ണാടിയും വെച്ച് വിളക്ക് കത്തിച്ച് തിരി കത്തിച്ച് വേദപുസ്തകം വെച്ച് കൊന്ത വെച്ച് പ്രാർത്ഥിക്കുന്നവര്. ഞാനത് സൂക്ഷ്മം ഇവിടെ പരിശോധിക്കുമ്പോൾ ഒരു ഭാഗത്ത് കർത്താവിൻ്റെ പടമുണ്ട്, പരുവത്തിരിമയുടെ പടമുണ്ട്, അപ്പുറത്ത് വേറൊരു ചക്രം പോലൊരു പടമുണ്ട്. അതെനിക്ക് മനസ്സിലായി അത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ഇന്ന് വ്യാപാര മേഖലകളിൽ പങ്കെടുക്കുന്ന ഏറിയ ആളുകളും വാഹനങ്ങളിലായാലും ഭവനങ്ങളിലായാലും ഇത്തരത്തിലുള്ള കുസൃതിയുടെ അനുഭവങ്ങൾ, അബദ്ധസഞ്ചാരങ്ങൾ ഏറെയുണ്ട്. ഓർത്തുകൊള്ളണം, ഒരിക്കലും ദൈവസന്നിധിയിൽ നീതീകരണം ലഭിക്കുകയില്ല. ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തു ബന്ധിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ കടന്നു വന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായ വിജയം ഉണ്ടായാൽ പോലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിത്യജീവന്റെ ഉറവയായ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏറെയുണ്ട്. ഇന്ന് തൽക്കാല ലാഭത്തിന് വേണ്ടി ക്രിസ്തുവിനെ വിട്ട് അപരസഞ്ചാരങ്ങളിലേക്ക് പോയാൽ
നാളെ നിങ്ങളുടെ ജീവിതം നാശഗർത്തത്തിലേക്ക് പോകുമെന്നുള്ളത് തീർച്ചയാണ്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധ മാമോദീസായുടെ ഊഷ്മായ ഉതിരടപ്പെട്ട ദൈവത്തിന്റെ ജനം അവനെ മാത്രമേ ആരാധിക്കാവൂ. എന്നെ നൊമ്പരപ്പെടുത്തിയ വിഷയമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തു ബന്ധിതമായ ജീവിതശൈലി അതുണ്ടാകണമെങ്കിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് ഒരു വിശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ പെട്ടകം വഹിക്കുവാൻ ഒന്നാമതായി വേണ്ടത് ഒരു വിശുദ്ധീകരണമാണ്. ആധുനിക മനുഷ്യൻ പലപ്പോഴും പേരിന് മാത്രം യേശുവിനെ ആരാധിക്കുന്നു, പേരിന് മാത്രം യേശുവിനെ ആരാധിച്ചുകൊണ്ട് പള്ളിയിൽ കടന്നു വന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സുകുമാർ അഴീക്കോട് പലപ്പോഴും അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയൊരു വ്യക്തിയാ. മലയാള സാഹിത്യത്തിന് ഏറെ സംഭാവന ചെയ്തൊരു വ്യക്തിയാ. അദ്ദേഹം പല ചിന്തകളിലും എഴുത്തുകളിലും അദ്ദേഹം പറയുന്ന ഒരു വല്ലവയുണ്ട്: ആധുനിക ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തു അണിയുവാനുള്ള ഒരു ആഭരണം മാത്രമാണ്. ആധുനിക ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തു അണിയുവാനുള്ള ഒരു ആഭരണം മാത്രമാക്കി അവങ്ങനെയാക്കി തീർത്തിരിക്കുകയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അണിയുവാനുള്ള ഒരു ആഭരണം, പ്രാർത്ഥനാ കൂടാരങ്ങളിലേക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് പോകുമ്പോൾ അണിയുവാനുള്ള ഒരു ആഭരണം, തിരിച്ച് വീട്ടിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിലും മറ്റു ജീവിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ജീവിത ശൈലിയാണെന്ന് അദ്ദേഹം പലപ്പോഴും ഈ ലോകത്തോട് വിലപിച്ച് ഈ ലോകത്തോട് ഗർജിച്ചതായ അനുഭവങ്ങൾ പല പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് നിങ്ങൾക്കും യേശു ക്രിസ്തു അണിയുവാനുള്ള ഒരു ആഭരണമാണോ? യേശു ക്രിസ്തുവിനെ അണിയുവാനുള്ള ഒരു ആഭരണമാക്കി തീർത്തിരിക്കുകയാണോ? അതോ മാമോദീസയുടെ ലഭിച്ചതായ ആ വിശുദ്ധിയുടെ വസ്ത്രം, ക്രിസ്തുവിനെ ധരിച്ചതായ, ഒരിക്കലും വിട്ടുമാറാത്തതായ, വിച്ഛേദിക്കുവാൻ പറ്റാത്തതായ ഒരു അനുഭവമാണോ ക്രിസ്തു എന്ന് ഞാൻ നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. ചിലർക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതായ ഒത്തിരി ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളുണ്ട്. ചിലർക്ക് മദ്യം ക്രിസ്തുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരി എന്നോട് പറയുക, എൻ്റെ ഭർത്താവ് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ അല്പം സേവിച്ചാലും വീട്ടിൽ കടന്നു വന്ന ശാന്തനായ വ്യക്തിയാണ്. ഇന്ന് വരെയും ഞാനും അദ്ദേഹമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം മദ്യപിക്കുന്നുവെങ്കിലും 25 നോമ്പ്, 50 നോമ്പ്, 3 നോമ്പ്, 15 നോമ്പ് ഇതെല്ലാം കൃത്യമായി ആചരിക്കും. നോമ്പിന്റെ സമയത്ത് കുടിക്കത്തുമില്ല. ബാക്കിയുള്ള സമയത്ത് കുടിച്ചാലും അദ്ദേഹം പ്രാർത്ഥിക്കും. പക്ഷേ അച്ഛാ, ഈ 2012 ഏറെ വിഭിന്നം. അദ്ദേഹം 50 നോമ്പ് ആയിട്ടും കുടി നിർത്തിയിട്ടില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോയി നമസ്കരിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ട് പ്രഭാത നമസ്കാരവും സന്ധ്യാ നമസ്കാരത്തിനൊക്കെ അദ്ദേഹം, മധ്യാഹ്ന നമസ്കാരമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം നേരെ പോകുന്നത് ബാറിലേക്കും, ബാറിൽ നിന്ന് വീട്ടിലേക്കും. പക്ഷെ ഒരു പ്രശ്നമൊന്നും വീട്ടിലില്ല. ഇങ്ങനെയുള്ള ഏറെ വ്യക്തികളെയും പല ഓർത്തഡോക്സ് ഭവനങ്ങളിലും പല ക്രിസ്തീയ ഭവനങ്ങളിലും ഇന്നുണ്ട്. മദ്യപിക്കും, പ്രാർത്ഥിക്കും, ശാന്ത സ്വഭാവം. ഞാൻ അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. അന്നേരം അദ്ദേഹം പറയുക, അച്ഛാ, ഞാൻ മദ്യപിച്ചിട്ട് ഇന്നേ വരെ എൻ്റെ ഭാര്യയോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളോട് ഇച്ചിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ സഹോദരങ്ങളോടോ എൻ്റെ മാതാപിതാക്കളോടോ ഞാൻ ഉൾപ്പെടുന്ന പള്ളിയിലോ ആരോടും ഞാൻ ഇച്ചിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മദ്യപിച്ചിട്ട് ഒരു പാപവും ചെയ്തില്ലെന്ന് അദ്ദേഹം പറയുന്നത്. മദ്യപാനം ഒരു പാപമായി ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത്. എത്ര മ്ലേച്ഛകരമായൊരു അനുഭവമാണ്. ഞാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഒത്തിരി ചിന്ത പങ്കിട്ടു. 1.5 മണിക്കൂർ സംസാരിച്ച അദ്ദേഹവുമായി. അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനാകുവാൻ പ്രായമുണ്ട്, ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു: ഒരു വ്യക്തിക്ക് പാപബോധം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് മാത്രം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഞാൻ വാക്യവും എടുത്തു കൊടുത്തു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്ന വാക്യം എടുത്തു കൊടുത്തു. അച്ചായൻ നമസ്കരിക്കുന്ന പ്രഭാത നമസ്കാരവും മധ്യാഹ്ന നമസ്കാരവും സന്ധ്യാ നമസ്കാരവും പാതിര നമസ്കാരവും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ കൂടിയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അച്ചായന് പാപബോധമില്ല. അങ്ങയെ പരിശുദ്ധാത്മാവ് ഭരിക്കുന്നില്ല, പരിശുദ്ധാത്മ നിയന്ത്രണമായ ഒരു ജീവിതമല്ല അദ്ദേഹം നിങ്ങൾ നയിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം അവസാനോട് പറഞ്ഞു, അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ പറയുക, ഈ 50 നോമ്പ് തീരുമ്പോഴേക്കും ഞാൻ കുറേശ്ശെയായി നിർത്തിക്കൊള്ളാം. കഴിഞ്ഞ 10-45 വർഷമായി ഞാൻ മദ്യപിക്കുന്നു, പക്ഷെ എനിക്ക് ഒരു ദിവസം കൊണ്ട് നിർത്തുവാനായിട്ട് സാധ്യമല്ല. അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. അത് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, 50 നോമ്പ് തീരുമ്പോഴേക്കും ഞാൻ ഈ മദ്യപാനം അവസാനിപ്പിക്കും. നോക്കിക്കേ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിതശൈലി നയിക്കുന്ന അനേകര് നമ്മുടെ ഭവനങ്ങളിലുണ്ട്.
മദ്യപിക്കുന്ന ഒരു പാപമല്ല, പുകവലിക്കുന്ന ഒരു പാപമല്ല, മ്ലേച്ഛകരമായി ജീവൻ നയിക്കുന്ന ഒരു പാപമല്ല എന്ന് ചിന്തിക്കുന്നവരേറെയുണ്ട്. ഈ പകൽക്കാലം ആരെങ്കിലും അത്തരത്തിൽ ഈ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഈ ഉള്ളത്തിൽ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ അപ്പോസ്തലൻ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുക. നമുക്ക് പാപബോധം വരുത്തേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മാമോദീസയുടെ പ്രാപിച്ചതായ, മുഴുവൻ അഭിഷേകം പ്രാപിച്ചതായ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആർജിച്ചെടുത്തതായ ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഈ പകൽക്കാലം ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശിരസിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ ഈ ലോകബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് പാപ സാഹചര്യങ്ങളെ കരിച്ച് ഒരു പുതിയ ജീവന്റെ, കിളിർപ്പിന്റെ, ഒരു നവജീവത്തിന്റെ, സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാ. ഇവിടെ ഇതാ പ്രവാചകൻ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയണം, വിഗ്രഹമാലിന്യങ്ങളെ വിട്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ദൈവത്തിന്റെ ആത്മാവ് പറയുക, പൂർണ്ണ ഹൃദയത്തോട് തിരിയുമ്പോൾ ഒന്നാമതായി വേണ്ടത് ഈ ക്രിസ്തുവിനെ വഹിക്കുവാനുള്ള ഒരു വിശുദ്ധീകരണമാണ്. ക്രിസ്തുവിനെ വഹിക്കുവാനുള്ള ഒരു വിശുദ്ധീകരണമാണ്. ഒന്നാമതായി വേണ്ടത് വിശുദ്ധീകരണമാണ്. നമ്മുടെ പാത, നമ്മുടെ മാർഗം, നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണം വിശുദ്ധിയിലൂടെ ആകട്ടെ. നമ്മുടെ മുൻപോട്ടുള്ള ഗമനം വിശുദ്ധിയിലൂടെ ആകട്ടെ. മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം. മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം. എപ്പോഴും ഒട്ടകം സഞ്ചരിക്കുവാനായി ഒരു പ്രത്യേകമായ പാതയുണ്ട്. അതാരും ടാറിട്ട് പണി ചെയ്തതോ കോൺക്രീറ്റ് ഇട്ട് പണി ചെയ്ത് ഉണ്ടാക്കിയതായ പാതകളൊന്നുമല്ല. ഓരോ ഒട്ടകങ്ങളും നടന്ന് ഉറച്ചുപോയ ഒരു പാത, ആ ഒട്ടകപ്പാത. ആ ഒട്ടകപ്പാതയിലൂടെ മാത്രമേ ഒട്ടകം സഞ്ചരിക്കുകയുള്ളൂ. എന്നാൽ എപ്പോഴെങ്കിലും ഒട്ടകപ്പാത വിട്ട് ഒട്ടകം സഞ്ചരിച്ചാൽ ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് ആ ഒട്ടകം വീണുപോകുകയും ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയാതെ ആ ചുട്ടുപൊള്ളുന്ന മണലാരത്തിൽ കടന്ന് ഒട്ടകം അവിടെ കടന്ന് അന്ത്യശ്വാസം വലിക്കുകയും ആ മണ്ണോട് ചേരുന്ന ഒരനുഭവം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, വിശുദ്ധിയുടെ പാതയിൽ നിന്ന് ആരെങ്കിലും മാറി, ക്രിസ്തുവിൽ നിന്ന് ആരെങ്കിലും മാറി ലോകത്തിന്റെ മാർഗങ്ങളിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളിലേക്ക് ആരെങ്കിലും മാറി സഞ്ചരിക്കുന്നുവെങ്കിൽ ഈ ഒട്ടകം മരുഭൂമിയിൽ വീണു പോകുന്നത് പോലെ ഈ ഭൂമിയിൽ, ഈ കൊടും വെയിലിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വീണുപോയി ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയാതെ, അനുദപിക്കുവാൻ കഴിയാതെ, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ കഴിയാതെ നരകത്തിന്റെ പാതയിലേക്ക് ആയിരിക്കും എന്റെയും നിങ്ങളുടെയും അവസാനമെന്ന് ചിന്തിച്ചു കൊള്ളുക. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ നോമ്പിന്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ, ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കുകയാ. മകനെ, മകളെ, മദ്യപാനം, വെറുക്കൂത്തുകൾ, ശയനമോഹങ്ങൾ, ദുഷ്കാമങ്ങൾ, ലോകത്തിൻ്റെതായ സ്വാധീനങ്ങൾ, ലോകത്തിൻ്റെതായ ആഡംബരങ്ങൾ, ധനം, ആർത്തി, അതുപോലുള്ള അനുഭവങ്ങൾ, കുടുംബ മഹിമ, പ്രതാപം, സൗന്ദര്യം, അധികാരം എന്തെങ്കിലും ക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ അത് വേണ്ട എന്ന് വെറുക്കുവാൻ നമ്മുടെ പൂർവിക പിതാക്കന്മാർ ചപ്പെന്നും ചവറെന്നും എണ്ണി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ ഈ പകൽക്കാലം ദൈവത്തെ സ്വീകരിക്കുവാൻ, യേശു ക്രിസ്തുവിനെ നെഞ്ചകത്തിൽ ഏറ്റുവാങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി ശമൂവേൽ പ്രവാചകൻ ഈ ദൈവജനത്തോട് പറയുന്ന രണ്ടാമത്തെ ചിന്ത 1 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തേരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ പറയുകയാണ്. രണ്ടാമതായി ദൈവത്തിന്റെ പ്രവാചകൻ ദൈവജനത്തോട് പറയുകയാണ്: അല്ലയോ ദൈവത്തിന്റെ ജനമേ, നിങ്ങളെല്ലാവരും എവിടെ കൂടി വരണം? മിസ്പയിൽ കൂടി വരണം. മിസ്പയുടെ താഴ്വരയിൽ നിങ്ങൾ കൂടി വരണം. ഒരു കൂടി വരവ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ ഏകദേശം 500 പേരുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂടൽ. ഇവിടെ നിന്ന് എണ്ണാൻ പറ്റത്തില്ല. 500 പേരുണ്ട്. ഈ 500 പേരും പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്നവര്, വ്യത്യസ്തമായ
ജീവിതശൈലി കടന്നു വന്നവരാ. ഓർത്തഡോക്സുകാർ കാണും, മറ്റ് ഇതര ക്രിസ്ത്യാനികൾ കാണും, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടാകും. എന്നാൽ നിങ്ങളെല്ലാവരും ഈ പരിശുദ്ധ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഐക്യത്തിലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ മത സാഹചര്യങ്ങളിലും മതപശ്ചാത്തലത്തിലും സാമൂഹിക ജീവിതത്തിലും നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിലും ഈ ദേവാലയത്തിന്റെ ഈ കൂടാരത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഐക്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ നിങ്ങൾ കൂടി വന്നതിന് ഒരർത്ഥവുമില്ല. നമ്മുടെ കൂടിവരവുകൾ ഐക്യത്തിന്റെ അനുഭവത്തിലായിരിക്കണം, സ്നേഹത്തിന്റെ അനുഭവത്തിലായിരിക്കണം. പലപ്പോഴും ഒരു ഭവനത്തിലായിരിക്കുമ്പോഴും, ഒരു ഭവനത്തിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇത് പഴയ കുടുംബമാണ്. ഇന്ന് ഭാര്യയും ഭർത്താവും ഒന്നോ രണ്ടോ കുട്ടികളും അങ്ങനെ 4 പേരടങ്ങുന്ന അല്ലെങ്കിൽ 5 പേരടങ്ങുന്ന അടങ്ങുന്ന ഒരു കുടുംബമാണ് ആധുനിക കുടുംബങ്ങൾ. ഒത്തിരി ആളുകളൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്കായി പാവിരിച്ച് മുട്ടുമടക്കുമ്പോൾ ഐക്യത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എനിക്കും നിങ്ങൾക്കും? എന്തിന് ദേവാലയത്തിലേക്ക് 100 150 കുടുംബങ്ങളുള്ള ഒരു ദേവാലയത്തിൽ ഒരു കൺവെൻഷനോ ഒരു ധ്യാനയോഗമോ ഒരു പ്രാർത്ഥനയോ വെച്ചാൽ ഒരേ ആത്മാവിൽ പ്രാർത്ഥനയോടുകൂടി ഒരേ സ്നേഹത്തിൽ, ദൈവികമായ സ്നേഹത്തിൽ കൂടി വരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ പോകുന്നു. ഇവിടെ ദൈവത്തിന്റെ പ്രവാചകൻ ദൈവജനത്തോട് പറയുക, നിങ്ങൾ മിസ്ബയിൽ കൂടി വരണം. മിസ്ബയിൽ കൂടി വരണം എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇഫ്താഹ് ദൈവസന്നിധിയിൽ അവൻ മിസ്ബയിൽ കൂടി വന്നു. യഹോവയായ ദൈവത്തിന്റെ മുൻപാകെ അവന്റെ ജീവിതത്തിലെ സർവ്വവും അവൻ ബോധിപ്പിച്ചു. ഇന്നയോളം അവന്റെ ജീവിതത്തിൽ നേരിട്ടതായ അനുഭവങ്ങൾ, ഇന്നയോളം ദൈവസ്ഥലിൽ നിന്ന് അകന്നുപോയതായ സാഹചര്യങ്ങൾ, ഇന്നയോളം തന്റെ സഹോദരന്മാരോട് അകന്നുപോയ സാഹചര്യങ്ങൾ, ഇന്നയോളം തന്റെ കുടുംബത്തോട് അകന്നുപോയതായ സാഹചര്യങ്ങൾ അവൻ മനസ്സിലാക്കി. മിസ്ബയിൽ അവന്റെ സഹോദരങ്ങളെയും അവന്റെ സമൂഹത്തെയും ഒരുമിച്ച് കൂട്ടി ദൈവസ്ഥലത്തിൽ ഐക്യപ്പെട്ട താഴ്വരയാണ് മിസ്ബ താഴ്വര. ആ മിസ്ബ താഴ്വരയിൽ ഇഫ്താഹ് ആ ദൈവജനത്തെ കൂട്ടിവന്ന് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടായി എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടിവരവുകൾ ഐക്യത്തിന്റെ അനുഭവത്തിലായിരിക്കണം. എന്തിന്? ഒരേ കട്ടിലിൽ കിടന്ന് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോഴും, ഒരുമിച്ച് ഒരു കട്ടിലിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ പോലെ അകലം പാലിച്ചല്ലേ നടക്കുന്നത്? ഈ 6 മാസത്തിന് മുൻപ് ഒരു മാസികയിൽ വന്ന ഒരു പങ്ക്തി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. 45ഉം 50ഉം വയസ്സുള്ള ഭാര്യ ഭർത്താവ്. ഭർത്താവിന് 50 വയസ്സ്, ഭാര്യയ്ക്ക് 45 വയസ്സ്. രാത്രി 12 മണി കഴിയുമ്പോൾ ഭർത്താവ് തൻ്റെ മൊബൈൽ എടുത്ത് ഒത്തിരി ആളുകളെ വിളിക്കും. ഇത് ഭാര്യ അറിയുന്നില്ല. ഒരു ദിവസം 12 മണി കഴിഞ്ഞ് ഭാര്യയെ ഞെട്ടി ഉണർന്നപ്പോൾ പുതപ്പിന്റെ ഉള്ളിലൊരു വെളിച്ചം. അവൾ പതുക്കെ ഒന്ന് പൊങ്ങി നോക്കിയപ്പോൾ താൻ ഇത്രയും നാളും സ്നേഹിച്ച് തന്നെ മാത്രം കാക്ഷിച്ച തൻ്റെ ഭർത്താവ് ഇതാ മൊബൈലിലൂടെ തൊട്ട് അകലെ എന്ന് പറഞ്ഞാൽ ഒരു 5 വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുമായി മൊബൈൽ കൂടി സംസാരിക്കുകയാണ്. നോക്കിക്കാണും, ഒരു മുറിയിൽ ഒരു കട്ടിലിൽ ഒരു പുതപ്പിന്റെ കീഴിൽ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോഴും തൻ്റെ ഭാര്യയോട് പങ്കുവെക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ 5 ഭവനത്തിന്റെ അപ്പുറത്തുള്ള ഒരു സ്ത്രീയുമായി പങ്കുവെക്കുന്ന ഒരു ഭർത്താവിനെയാണ് ആ മാസികയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഇങ്ങനെയുള്ള ഭാര്യമാരും ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എവിടെയാണ് പരാജയം? എവിടെയാണ് മൂല്യച്യുതി? എവിടെയാണ് നമുക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് ഞാൻ നിങ്ങളും തിരുത്തുവാനായിട്ടുള്ളത്? ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ ഒരു കൂരയ്ക്കുള്ളിൽ ഒരു പുതപ്പിനുള്ളിൽ കിടന്ന് ഒരുമിച്ച് കിടക്കുമ്പോഴും തൻ്റെ ഭാര്യയോട് ഹൃദയം പങ്കിടുവാൻ ഭർത്താവിന് കഴിയാതെ പോകുന്നു. തൻ്റെ ഭർത്താവിനോട് ഹൃദയം പങ്കിടുവാൻ തൻ്റെ ഭാര്യയ്ക്ക് കഴിയാതെ പോകുന്നു.
10, 40, 10, 30, 40, 50 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും തൻ്റെ പങ്കാളിയുടെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്ന ഭർത്താവും ഭാര്യയും ആധുനിക സമൂഹത്തിൻ്റെ ശാപമാണ് പ്രിയമുള്ളവരെ. എവിടെയാണ് ഐക്യം? എവിടെയാണ് സ്നേഹം? എവിടെയാണ് കൂടിവരവിന്റെ മാഹാത്മ്യം? ഇവിടെ ഇതാ പ്രവാചകൻ പറയുക, ഇസ്രായേൽ ജനമേ, ദൈവസന്നതിയിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുവരണം. വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, 4 പേർ ഒരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ഈ പക്ഷപാത രോഗിക്ക് യേശുവിനെ കാണണമെന്നോ സൗഖ്യം പ്രാപിക്കണമെന്നോ വിടുതൽ പ്രാപിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല. 4 കൂട്ടുകാരുടെ ഇഷ്ടപ്രകാരം അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി ആ 4 പേരുടെ ചേർന്ന് ഈ പക്ഷപാത രോഗിയെ ചുമന്നു വരികയാ. കഫർനഹൂമിലേക്ക് വരുന്നു. അതൊരു വലിയ വ്യാപാര കേന്ദ്രമാ കഫർനഹൂമിലേക്ക് കടന്നു വരുമ്പോൾ ആ യേശു ഉണ്ട് എന്നുള്ള മനസ്സിലാക്കി ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഈ വ്യക്തിയെ ഇറക്കി വെക്കുവാൻ കഴിയാതെ പോകുന്നു. ഭവനക്കാരുടെ ആലോചന ചോദിക്കുന്നില്ല. ഇവരുടെ ആഗ്രഹം യേശുവിങ്കിൽ നിന്ന് ഒരു വിടുതല് എൻ്റെ കൂട്ടുകാരനുണ്ടാകണം, എൻ്റെ സതീർത്ഥനൊരു കൂടി വിടുതലുണ്ടാകണം. അത് മനസ്സിലാക്കി ഭവനക്കാരനോട് ആലോചന കഴിക്കാതെ മേൽക്കൂരി ഇളക്കിമാക്കി 4 കയറിൽ ഈ കട്ടില് യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കി വെക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ ഏക ആഗ്രഹം തൻ്റെ കൂട്ടുകാരൻ്റെ സൗഖ്യമാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ വിമോചനമാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ വിടുതലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ 5 പേരും ചേർന്ന് നടന്നപ്പോൾ എന്നോട് കാണിച്ചതിൻ്റെ പക ഇവിടെ തീർക്കുന്നില്ല. അവരുടെ ആഗ്രഹം യേശുവിങ്കിൽ നിന്ന് ഇവന് സൗഖ്യമുണ്ടാകണം. ഞാൻ നിങ്ങളുമായിരുന്നെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ, 7-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ, കോളേജിൽ പഠിച്ചപ്പോൾ, ഒരുമിച്ച് കളിച്ച് നടന്നപ്പോൾ എന്നോട് ചെയ്തതായ കാര്യങ്ങൾക്ക് പക വീട്ടുവാൻ ലഭിച്ച അവസരമാണ്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. യേശുവിങ്കിലേക്ക് അവനെ ഇറക്കി വെച്ചു. യേശുവിനെ കണ്ടു, അവന്റെ പാപങ്ങളെ മോചിക്കുന്നു, അവന് വിടുതൽ ലഭിക്കുന്നു. 4 പേർ ഐക്യപ്പെട്ടപ്പോൾ ഒരുവന്റെ ജീവിതത്തിലെ തളർച്ച മാറുകയാ. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും ഐക്യപ്പെടുമ്പോൾ തൻ്റെ കുടുംബത്തിന്റെ തളർച്ച മാറും. ഭാര്യയും ഭർത്താവും ഐക്യപ്പെടുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ പിന്മാറ്റങ്ങൾ മാറും. ഭാര്യയും ഭർത്താവും ഐക്യപ്പെടുമ്പോൾ തൻ്റെ കുടുംബത്തിന് വലിയ വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം തരും. പ്രിയമുള്ളവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ, ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ, ഒരുമിച്ച് കിടന്നുറങ്ങുവാൻ, ഒരുമിച്ച് കാര്യങ്ങൾ പങ്കിടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഐക്യപ്പെടുത്തട്ടെ. ദൈവിക സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് ആകുക. ഐക്യം എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. സ്നേഹം എവിടെയുണ്ടോ അവിടെ വിമോചനമുണ്ട്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവിടെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയാ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ മിസ്പയിൽ ഒരുമിച്ച് കൂടുക. അവർ മിസ്പയിൽ ഒരുമിച്ച് കൂടി. ഇനി എന്താ ചെയ്യുന്നത്? 3-ാമതായി 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, അവർ മിസ്പയിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. 3-ാമതായി ദൈവത്തിന്റെ പെട്ടകം വഹിക്കുവാനായി പ്രവാചകൻ പറയുന്നതനുസരിച്ച് അവർ എവിടെ കൂടി വന്നു? മിസ്പയിൽ കൂടി വന്നു. അവർ ഐക്യപ്പെട്ടു. അങ്ങനെ ആ ദിവസം അവർ വെള്ളം കോരി ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ ഈ വെള്ളം കോരി ഉപവസിക്കുക? കണ്ണുനീര് ധാരധാരയായി ഒഴുകി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുകയല്ലേ? ഞാൻ നിങ്ങളും ഭയപ്പെടുന്ന നമ്മുടെ വംശശത്രു എന്ന് പറയുന്നത് ആഗൽക്കർസായ. നോമ്പിന്റെ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്, കർത്താവ് 40 നോമ്പ് നോറ്റു, മോശ 40 നോമ്പ് നോറ്റു, ഏലിയാവ് നോറ്റു. അവർ നോറ്റത് എന്തിനു വേണ്ടിയാ? നമ്മൾ നോമ്പ് നോക്കുന്നതും പൂർവീക പിതാക്കന്മാരും നമ്മുടെ കർത്താവും നോമ്പ് നോറ്റതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നോമ്പ് നോക്കുന്നത്, ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കുഞ്ഞ് നല്ല രീതിയിൽ വളർന്നു വരണം. അവൻ പരീക്ഷയിൽ MBBS-നും എഞ്ചിനീയറിങ്ങിനും അല്ലെങ്കിൽ കോളേജിലും 10-ാം ക്ലാസ്സിലും +2-നും ഒക്കെ ഉയർന്ന മാർക്ക് ലഭിക്കണം. അവൻ വളർന്ന് അവൻ നല്ല നിലയിൽ എത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം. നമുക്ക് 2 നില വീടുണ്ടാകണം, ഒരു കാറ് വാങ്ങിക്കണം, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നത് പോലെ നമുക്കും ജീവിക്കണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ. എന്നാൽ പൂർവിക പിതാക്കന്മാരും നോമ്പ് നോറ്റത് അതിനുവേണ്ടിയല്ല. ഈ നോമ്പിന്റെ പ്രാർത്ഥനയിൽ ഊന്നി അല്ലെങ്കിൽ അതിന് ശക്തമായി പറയുന്ന ഒരു അനുഭവമുണ്ട്. അവർ നോമ്പ് നോറ്റത്
ആകൽ കർസായെ ജയിക്കുവാനായിട്ടാണ്. എന്താ ഈ ആകൽ കർസ? ആകൽ കർസ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും പറയാം? ആകൽ കർസ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമ്മ പറഞ്ഞു പിശാച് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അക്ഷരികമായ അർത്ഥം അതാ, പക്ഷെ ആഴമേറിയ അർത്ഥം അതല്ല. ആകൽ കർസ എന്ന വാക്കിന്റെ അർത്ഥം തിന്മയെ ഭുജിക്കുന്നവൻ, തിന്മയെ ആഹാരമാക്കുന്നവൻ, തിന്മയുടെ സ്വാധീനങ്ങളിൽ ചേർന്ന് ജീവിക്കുന്നവൻ, ലോകബന്ധനത്തിൽ കഴിയുന്നവൻ എന്നൊക്കെയാ വാക്കിന്റെ അർത്ഥം. അപ്പം പൂർവിക പിതാക്കന്മാരും നമ്മുടെ കർത്താവും നോമ്പ് നോറ്റ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? ഈ തിന്മയെ ജയിക്കുവാൻ, ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളെ ജയിക്കുവാൻ. പ്രിയമുള്ളവരെ, നന്മയോട് ആധിക്യമുണ്ടാകുവാൻ, നന്മ മാത്രം ഈ ലോകത്തിൽ ചെയ്യുവാൻ, അതിനുവേണ്ടി അവർ നോമ്പ് നോറ്റത്. അതുകൊണ്ട് ഈ 2012 ഞാൻ നിങ്ങൾ നോമ്പ് നോക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ ഇരുന്ന് ശാന്തമായി ചിന്തിക്കുക. ഈ ആകൽ കർസായെ ജയിക്കുവാനായിട്ടാണോ? ആരും ഈ 50 നോമ്പിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കരുത് കേട്ടോ. വിഷയം വെച്ച് ആരും പ്രാർത്ഥിച്ചാൽ അത് ഒരുപക്ഷെ ലഭിക്കും. പക്ഷേ ഈ 50 ദിവസം കഴിയുമ്പോൾ ഈ ലഭിച്ച വിഷയത്തിന്റെ ആ വിജയത്തോടൊപ്പം തന്നെ നമ്മെ പരീക്ഷിക്കുവാൻ ആര് കടന്നു വരുന്നത് അറിയാവോ? പിശാചും കടന്നു വരും. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ 50 ദിവസം ഞാൻ നോമ്പ് നോട്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ, ഈ നോമ്പിന്റെ ഈ സാഹചര്യങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നതായ, ഞങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെട്ട് അതിജീവിച്ചതായ ആകൽ കർസായോട് പോരാടി അതിനെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കരുത്ത്, ആധ്യാത്മികമായ ഒരു ഉത്തേജനം, ഒരു ഊർജം എനിക്ക് പകരണമേ എന്ന് ആരെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ രൂപാന്തരങ്ങൾ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ടായി ഈ 50 ദിവസം ഏറെ പ്രാർത്ഥനയോടുകൂടി, ഉപവാസത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി നമ്മൾ പറഞ്ഞതുപോലെ മദ്യപാനമൊക്കെ മാറ്റിവെച്ച് ഉപവസിക്കും. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയും ഈസ്റ്ററും കഴിയുമ്പോൾ എന്തൊക്കെ ഉപേക്ഷിച്ചോ അതിൻ്റെ 7 ഇരട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. പിതാക്കന്മാര് പ്രാർത്ഥിച്ചത് അവർ വിഷയം വെച്ചല്ല, അവരാഗ്രഹിച്ചത് ഈ ലോകത്തിന്റെ നമ്മുടെ ശത്രുവായ നമ്മുടെ വർഗത്തിന്റെ ശത്രുവായ ആകൽ കർസായെ ജയിക്കണം. അതിനുവേണ്ടിയാ അവർ ഉപവസിച്ചത്. പ്രിയമുള്ളവരെ, യോവേൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യ പ്രകാരം പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിയുക. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരിയുക. നോയമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ധ്യാനമാക്കുവാൻ, നമുക്ക് ചിന്തിക്കുവാൻ ശ്രേഷ്ഠമായൊരു വാക്യമായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിയുക. നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരിയുക. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇസ്രായേൽ ജനം പഴയ നിയമ ഇസ്രായേൽ ഉപവസിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോനയുടെ പുസ്തകമൊക്കെ പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ രാജവസ്ത്രം നീക്കുന്നു, രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിക്കുന്നു. ഉപവസിക്കുമ്പോൾ ഒരു പ്രത്യേകമായ വസ്ത്രം ധരിച്ചാണ് അവർ ഉപവസിക്കുന്നത്. എന്താണ്? ചാക്കുശീല ധരിച്ച് ഉപവസിക്കും. അങ്ങനെ ഉപവാസത്തിന്റെ മൂർത്തിമ ഭാവത്തിലെത്തുമ്പോൾ എന്ത് ചെയ്തറിയാമോ? ഈ ചാക്കുശീലയൊക്കെ വലിച്ചു കീറി അവർ ഉപവസിക്കും. അങ്ങനെ ഒരു വികാരപരമായ ഒരു അനുഭവത്തിൽ അവർ ആനന്ദം കണ്ടെത്തുന്നതായ ഒരു അനുഭവം പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ട്. അത് കണ്ടും അടുത്ത പ്രവാചകൻ പറയുകയാ, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി, ഉപവാസത്തോടുകൂടി, കരച്ചിലോടുകൂടി, വിലാപത്തോടുകൂടി എങ്കിലേക്ക് തിരിയുക. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഇതാണ് പൗരസ്ത്യ സഭയുടെ ഉപവാസങ്ങളും ആധുനിക കൾട്ടിക് സമൂഹത്തിന്റെ ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം. ആധുനിക ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ഒത്തിരി പുതിയ പുതിയ സഭകൾ രൂപം പ്രാപിച്ച ഒരു കാലത്തിലാണ്, ഒരു വല്ലാത്ത കാലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. തിരുവല്ലയിലൂടെയും മാവേലിക്കരയിലൂടെയും കോട്ടയത്തൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി നമ്മെ ആകർഷിക്കുന്നതായ ഒത്തിരി ചിത്രങ്ങളും ചുവർ ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ട്. 50 ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിക്കണം. 50 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ശാപം മാറും. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുതിയ ഫ്ലെക്സ് ബോർഡ് കണ്ടു, സാമ്പത്തിക വിടുതൽ.
ഇന്നോളം കാണാത്ത ഒരു പുതിയ ഒരു പദപ്രയോഗമാണ് സാമ്പത്തിക വിടുതൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് കടഭാരത്തിൽ കഴിയുകയാണെങ്കിൽ 50 ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. 50 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക വിടുതൽ ഉണ്ടാകും. ഒരു പുതിയ പദപ്രയോഗമാണ്, പ്രത്യേകിച്ച് നമ്മളെ ആളുകളെ വശീകരിക്കുവാനുള്ള ഒരു പദപ്രയോഗമാണ്. അവിടെ പോയാൽ സാമ്പത്തിക വിടുതൽ ഉണ്ടാകും, പക്ഷേ പിശാചിനെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. പിശാചിനെ ജയിക്കണമെങ്കിൽ പിതാക്കന്മാര് ത്യാഗത്തിന്റെ, സേവനത്തിന്റെ, ശുശ്രൂഷയുടെ, സ്നേഹത്തിന്റെ, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന യാമപ്രാർത്ഥനയിലൂടെ, കണ്ണുനീരിന്റെ, ഉപവാസത്തിന്റെ തീഷ്ണമായ അനുഭവത്തിലൂടെ, പൗരസ്ത്യ ആരാധനയുടെ ആ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ പിൻപറ്റിയാൽ, ഉപവസിച്ചാൽ, എൻ്റെ ദൈവമേ, എന്നെ മാടി വിളിക്കുന്ന ലോക സ്വാധീനങ്ങളിൽ നിന്ന്, തിന്മയുടെ അനുഭവങ്ങളിൽ നിന്ന്, എന്നെ അടർത്തി മാറ്റുന്നതായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എനിക്കൊരു ജയമെടുക്കണം. എനിക്ക് എൻ്റെ യേശുവിനെ മതി. എൻ്റെ പൂർവിക പിതാക്കന്മാര് ആശ്രയം വെച്ച് യേശുവിനെ മാത്രം മതി. എനിക്ക് ആകൽക്കർസായി ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പൗരസ്ത്യ ആരാധനയുടെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരുന്നുവെങ്കിൽ ഈ 50 നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും. ഇവിടെ ഇതാ പ്രവാചകൻ പറയുന്നു, അല്ലയോ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ആശ്രയം വെക്കുന്ന ദൈവത്തിന് നിയമപ്പെട്ടകം വഹിച്ചുകൊണ്ട് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്താലും വിജയമുണ്ടാകുകയില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നിങ്ങൾ മിസ്ബയിൽ ഒരുമിച്ച് കൂടുക. തീർന്നില്ല, മൂന്നാമതായി കണ്ണുനീർ തൂകി ഉപവസിക്കുക. യോനായുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യോനാ പ്രവാചകന്റെ വാക്കനുസരിച്ച് നിനവയിലെ വിജാതീയ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാ. ഇനി 40 ദിവസത്തേക്ക് ഈ നിനവാദേശത്തുള്ള ആടോ മാടോ പക്ഷിമൃഗാദികളോ മനുഷ്യരോ ഒന്നും ആസ്വദിക്കരുത്. 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കാണുന്നൊരു പദപ്രയോഗമാ. ഇനി നിങ്ങൾ ഒന്നും ആസ്വദിക്കരുത്. നിങ്ങളുടെ ആസ്വാദനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ, നോമ്പിന്റെ അനുഭവത്തിന്, ഈ നിനിവ പട്ടണത്തിന്റെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വലിയ വിളംബരം വിജാതീയ രാജാവായ നിനവയിലെ രാജാവ് പുറപ്പെടുവിക്കുകയാണ്. അക്ഷരം പ്രതി അവർ പാലിച്ചു. അവരെന്ത് ചെയ്തു? മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ മാറ്റി, പശുക്കുട്ടികളെയും കാളക്കിടാങ്ങളെയും പക്ഷിമൃഗാദികൾക്കും വഹിക്കാനോ കുടിക്കാനുള്ള കാടിയോ കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി. അവർ അന്നോളം ആസ്വദിച്ച ലോക സ്വാധീനങ്ങളിൽ നിന്ന് മാറി 40 ദിവസത്തേക്ക് ദൈവസ്ഥലതയിൽ എട്ടിലും വെണ്ണീറിരുന്ന് പ്രാർത്ഥിക്കുകയാ. 50 നോമ്പ് നോക്കുന്ന ഓർത്തഡോക്സുകാരാ, വിശ്വാസിയെ, നീ നിന്റെ ആസ്വാദനങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ടാണോ നീ ഇന്ന് ഉപവസിക്കുന്നത്? 6:30 മുതൽ 10:30 വരെ കണ്ണുനീർ സീരികളുടെ മുൻപിലിരുന്നു കൊണ്ട് കണ്ണുനീർ പൊഴിച്ച് 10:30 കഴിയുമ്പോൾ ഒന്ന് കാട്ടിക്കൂട്ടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്ന ക്രിസ്ത്യാനികൾ ഏറെയുണ്ടെന്ന്. പ്രിയമുള്ളവരെ, നിന്റെ ആസ്വാദനങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നീ ഇന്ന് ആസ്വദിക്കുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? ദൈവസ്ഥിതിയിൽ ശാന്തമായി ചിന്തിക്കുക. ഇവിടെ ഇതാ നിനവയിലെ ആളുകൾ ഒരു വിജാതീയ രാജാവിന്റെ കൽപ്പനയുടെ മുൻപിൽ അവർ അക്ഷരം പ്രതിപാലിക്കുകയാ. അവര് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നില്ല, പക്ഷിമൃഗാദികൾക്കും ഒന്നും കഴിക്കുവാനോ കുടിക്കുവാനോ കൊടുക്കാതെ 40 ദിവസം എട്ടിലും വെണ്ണീറിലും ഇരുന്ന് പ്രാർത്ഥിക്കുകയാ. എന്തിനു വേണ്ടി? നിനിവ പട്ടണത്തിന്റെ വിമോചനത്തിന് വേണ്ടി. ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടിയാ, നമ്മൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാ, നമ്മുടെ സമൂഹത്തെ കാർന്നു വരുന്ന ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളിൽ നിന്ന് യഥാർത്ഥമായി വിടുതൽ പ്രാപിക്കുവാനായി കണ്ണുനീർ തൂകി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവമേ, ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തോട് കരുണ തോന്നണമേ എന്ന് ആരെങ്കിലും ഈ നോമ്പിന്റെ നാളുകളിൽ പ്രാർത്ഥിക്കുക. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ധനമോഹങ്ങളുടെയും ലോക ഇമ്പങ്ങളുടെയും പിടിയിൽപ്പെട്ട് ആധുനിക തലമുറ വഷളായിക്കൊണ്ടിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 2-ാം അധ്യായം 16-17 വാക്യം, സിയോൻ പുത്രിയുടെ മതിലെ ഓലോലെ കണ്ണുനീരൊഴുക്കുക. രാത്രിയുടെ യാമാരംഭത്തിൽ ദൈവസ്ഥലത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കരങ്ങൾ വളർത്തിക്കൊണ്ട് കണ്ണുനീർ തൂകി പ്രാർത്ഥിക്കുക. നോക്കിക്കേ, വിലാപങ്ങളുടെ എഴുത്തുകാരനായ യെരമ്യാ പ്രവാചകൻ അവിടെ ഓർമ്മിപ്പിക്കുകയാ. രാത്രിയുടെ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് വീതികളുടെ തലക്കിലേക്ക്
വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി. എത്ര അർത്ഥമേറിയ വാക്യമാ! ആധുനിക തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് പറയുക, അച്ഛാ, ബാങ്കിൽ നിന്ന് കടമെടുത്ത എൻ്റെ കുഞ്ഞിനെ നേഴ്സിങ്ങിന് പഠിക്കുവാൻ വിട്ടത്. 1 വർഷം കഴിഞ്ഞ് നല്ല രീതിയിൽ പഠിച്ചു. 1 വർഷം കഴിഞ്ഞു, അവൻ 2ാമത്തെ സെമസ്റ്റർ പരീക്ഷ അവൻ എഴുതിയില്ല. ഞാൻ ചോദിച്ചു, എന്താ എഴുതാഞ്ഞത്? അവൻ പരീക്ഷയുടെ സമയത്ത് ഒരു അവധിയുണ്ട്. ആ അവധി സമയത്ത് കൂട്ടുകാർ കൂടി അവൻ മദ്യപിച്ചു. ബാംഗ്ലൂരിൽ അവൻ മദ്യപിച്ചു. അവൻ കോളേജിലേക്ക് കടന്നു വന്നു, അവിടെ പ്രശ്നമുണ്ടാക്കി, ക്ലാസ് മുറിയൊക്കെ അടിച്ചു തകർത്തു. അങ്ങനെ അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇനി ഒരിക്കലും ആ കോളേജിൽ അവനെ പഠിപ്പിക്കുകയില്ല. നോക്കിക്കേ, എത്ര കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വളരെ പ്രതീക്ഷയോടുകൂടിയ തൻ്റെ കുഞ്ഞിനെ പഠിക്കുവാനായി ബാംഗ്ലൂരിലേക്ക് അയച്ചത്. മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഒരു മകൻ 10ാം ക്ലാസ് വരെയും അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. 11ഉം 12ഉം തൻ്റെ ഭവനത്തിലേക്ക് മാതാപിതാക്കളോടൊപ്പം നിർത്തി പഠിപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നു. അവനെ ഒരു നല്ല സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ച് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. പിതാവ് വീണ്ടും ജോലിസ്ഥലത്തേക്ക് ദുബായിലേക്ക് കടന്നുപോയി. അവനും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും മാത്രമേ ആ ഭവനത്തിലുള്ളൂ. ഒരു ദിവസം ആ മകൻ സ്കൂളിൽ നിന്ന് കടന്നു വന്നിട്ടപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നിനക്ക് കഴിക്കുവാനുള്ളതൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നീ അത് സ്നാക്സ് ഒക്കെ കഴിച്ച് പാലൊക്കെ കൊടുത്ത് നീ ട്യൂഷന് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കുളിമുറിയിലേക്ക് കുളിക്കുവാനായിട്ട് കടന്നുപോയി. പ്രിയമുള്ളവരെ, അല്പസമയം കഴിഞ്ഞ് അമ്മ വസ്ത്രം മാറി കുളിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ഭീതി പോലെ. അമ്മ വസ്ത്രം എടുത്ത് അണിഞ്ഞിട്ട് ആ കുളിമുറിയുടെ കതക് തുറന്ന് ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ മകൻ താൻ വാങ്ങിച്ചു കൊടുത്തതായ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തൻ്റെ അമ്മയുടെ കുളിമുറിയിലെ രംഗങ്ങൾ ചിത്രീകരിക്കുവാനായിട്ട് അവൻ ധൃതി കാട്ടുന്നതായ, ഒരിക്കലും ഒരു അമ്മയും കാണുവാൻ ആഗ്രഹിക്കാത്തതായ ഭീകരമായ അപകടപൂരിതമായ ഒരനുഭവം ആ അമ്മ കാണുകയാണ്. പ്രിയമുള്ളവരെ, ആ അമ്മ ഏറെ വേദനപ്പെട്ടു. ആ അമ്മ തൻ്റെ പിതാവിനെ ജോലിസ്ഥലത്ത് വിളിച്ചു വരുത്തി തൻ്റെ മകൻ കാണിക്കുന്നതായ വൈകൃതങ്ങൾ, വൈജാത്യങ്ങൾ, ആധുനിക തലമുറയ്ക്ക് സ്വന്തം മാതാവ് ആരെന്നോ, തൻ്റെ സഹോദരി ആരെന്നോ, തൻ്റെ കുടുംബത്തിലുള്ളവർ ആരെന്നോ, തൻ്റെ ചുറ്റുപാട് താമസിക്കുന്ന ആരെന്നോ മനസ്സിലാക്കാതെ സ്വഭാവ വൈകൃതങ്ങൾ ഏറി വന്ന് ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളിൽ, ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽ കുടുക്കപ്പെട്ട് വീതികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുകയാ. അത് കണ്ടുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അല്ലയോ മാതാവേ, നീ ടിവിയുടെ മുമ്പിൽ നിന്ന് കരയാതെ നീ രാത്രിയുടെ യാമാരംഭത്തിങ്കൽ മുഴങ്കാൽ മടക്കി ഈ ലോകത്തിൽ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാളെ നിന്റെ കുഞ്ഞു നിനക്ക് തലവേദനയായി മാറുമെന്ന് പറയുക. ഈ 2012 നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പുകൾ ഈ ലോകത്തിലെ ആധുനിക തലമുറയുടെ വിടുതലിനായി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, തലമുറകൾ അന്യം വന്നിരിക്കുകയാ. അല്ലാതെ ധനത്തിന് വേണ്ടിയോ, അധികാരത്തിന് വേണ്ടിയോ, പദവിക്ക് വേണ്ടിയോ, ആഡംബരത്തിന് വേണ്ടിയോ ആരും ഉപവസിക്കരുത്. അനേകർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ലോകത്തിൻ്റെതായ ആഡംബരങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെതായ സ്വാധീനങ്ങൾക്ക് വേണ്ടിയാ. ആധുനിക ഉപവാസ ആളുകളും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പൗരസ്ത്യ സഭ അതല്ല പഠിപ്പിക്കുന്നത്, പൗരസ്ത്യ പിതാക്കന്മാർ അതല്ല പഠിപ്പിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകം അതല്ല പഠിപ്പിക്കുന്നത്. ആകൽ കർസായെ ജയിക്കുവാൻ, ദൈവത്തിന്റെ തിരിഹിതം നമ്മളിൽ നിറവേറുവാനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരിക്കൽ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ കടലിലൂടെ യാത്ര ചെയ്യുക. അദ്ദേഹം കടലിലൂടെ തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ കടൽ വളരെ ക്ഷോഭമായിരിക്കുന്നു. അദ്ദേഹം ദൂരവേ കണ്ടു മുൻപിലൊരു വലിയ പാറക്കൂട്ടം. ഈ ഭക്തനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവമേ, ഇന്നോളം ഞാൻ പ്രാർത്ഥിച്ച സകലത്തിൽ പോലും നീ ശ്രദ്ധ വെച്ച് കേട്ട് എനിക്ക് വേണ്ടി ഇന്നോളം നീ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. എന്നാൽ ഞാൻ തോണിയിലൂടെ യാത്ര ചെയ്ത് മുൻപോട്ട് ആ പാറക്കൂട്ടത്തിനടുക്കലെത്തുമ്പോൾ ആ പാറക്കൂട്ടം 2ആയി പിളർന്നു മാറി എന്റെ യാത്ര സുഗമമാകണം. അദ്ദേഹം അപ്രകാരം പ്രാർത്ഥിച്ചു, യാത്ര ചെയ്തു, പാറക്കൂട്ടത്തിന്റെ അടുത്തെത്തി. എന്നാൽ പാറക്കൂട്ടം പിളർന്നു മാറിയില്ല. ഒരു നിമിഷം അദ്ദേഹം ദൈവത്തോട് പറയുക, എന്റെ ദൈവമേ, നീ ഇപ്രകാരം പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഇന്നയോളം പ്രാർത്ഥനയിലൊക്കെ നീ പ്രവർത്തിച്ചല്ലോ, നീ ഇന്ന് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നില്ല. ദൈവം ഒന്നും ചെയ്തില്ല. പ്രിയമുള്ളവരെ, അല്പസമയം കഴിഞ്ഞു, ഒരു വലിയ തിരമാല വന്നു. ആ തിരമാലയോടുകൂടി, ഈ തോണിയോടുകൂടി ഈ മനുഷ്യൻ മറുകര അണയുക. പക്ഷെ അവിടെയും അദ്ദേഹം സംതൃപ്തി കണ്ടെത്തുന്നില്ല. അദ്ദേഹം ദൈവത്തോട് പരിതപിക്കുക, ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ നീ എന്താ പ്രവർത്തിക്കാഞ്ഞത്?
ഇങ്ങനെയുള്ളവരും ഇന്ന് ആധുനിക സമൂഹത്തിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണം. പൗരസ്ത്യ സഭ അതല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക ദൈവഹിതം നിറവേറട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിന് തിരിഹിതം നിറവേറട്ടെ. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നത്. അല്ലാത്തുള്ള പ്രാർത്ഥന പൗരസ്ത്യ സഭയുടെ പ്രാർത്ഥനയല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ജാഗരണങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ വചന കേൾവികൾ എല്ലാം ദൈവഹിതം നിറവേറുവാനായി, ദൈവത്തിന്റെ തിരിഹിതം നിറവേറുവായി നമുക്ക് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. നോമ്പ് ഒരു പുനർവായനയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെയും ജീവിത വീക്ഷണത്തിൻ്റെയും സമീപനത്തിൻ്റെയും ശൈലിയുടെയും നിലപാടുകളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒരു പുനർവായനയാകണം നമ്മുടെ നോമ്പെന്ന് പറയുന്നത്. നോമ്പിലൂടെ ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ പുതിയതായ ആത്മീയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന ആത്മീയതയുടെ ആത്മീയ സംസ്കരണത്തിന്റെ കാലങ്ങളായി ഈ നോമ്പ് തീരട്ടെ പ്രിയമുള്ളവരെ. നാലാമതായി കാണുന്നു 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. അവർ മിസ്ബയിൽ ഒരുമിച്ച് കൂടി, അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഇതൊക്കെ ചെയ്തു, എന്നിട്ടും കാര്യം നടക്കുന്നില്ല. ഫെലിസ്ത്യരെ തോൽപ്പിക്കുവാൻ കഴിയാതെ പോകുന്നുവെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം ഒന്നടങ്കം പൂർണ്ണ സമർപ്പണത്തിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് ശമൂവേൽ പ്രവാചകനോട് പറയുക, അല്ലയോ ദൈവത്തിന്റെ പ്രവാചക, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു മധ്യസ്ഥതയുടെ അനുഭവം. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതിനുവേണ്ടിയാണല്ലോ ഞാനും നിങ്ങളും പരിമലയിലേക്ക് കടന്നു വന്നത്. അല്ലയോ പരിശുദ്ധ പിതാവേ, മലങ്കരയുടെ പരിശുദ്ധ, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ 2 ഞായറാഴ്ചകളിൽ നമ്മൾ വാങ്ങിപ്പോയവരെ ഓർക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? ചുമ്മാതെ ഓർക്കുകയാണോ? ആദ്യ ആഴ്ചകളിൽ വാങ്ങിപ്പോയ സകല പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ശമാശന്മാരെയും പിതാക്കന്മാരെയും ഓർക്കുന്നു. 2-ാമത്തെ ആഴ്ചയിൽ ആദാം മുതൽ ഇന്നോളം വാങ്ങിപ്പോയ സകലരെയും ഓർത്തുകൊണ്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ചുമ്മാതെ അങ്ങ് ഓർക്കുകയില്ല. അതിന്റെ പിന്നിൽ ഒരു ആന്തരിക അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? നോമ്പൊരു യുദ്ധമാ. നോമ്പെന്ന് പറയുന്നത് ഒരു യുദ്ധമാ. ഓർപ്പിച്ചല്ലോ, നമ്മുടെ വംശശത്രുവായ ആകൽക്രസായെ ജയിക്കുവാനുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ സുഹൃത ജീവിതങ്ങൾ മാത്രം പോരാ. മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ, മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ ആ വലിയ ആധ്യാത്മികമായ മാതൃകകൾ നമുക്ക് ആവശ്യമാണ്. ഭാരതീയ സംസ്കൃതിയിൽ ക്ഷത്രിയ രാജാക്കന്മാര് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെ വഴി നടത്തിയ, അവർക്ക് മാർഗദർശനം നടത്തിയ മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ പിതൃകുടീരങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് യുദ്ധക്കോപ്പുകൾ ആ പിതൃകുടീരങ്ങളിൽ മുമ്പിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് മാത്രമേ അവർ യുദ്ധക്കളത്തിലേക്ക് പോകുകയുള്ളൂ. ഇതൊരു ഭാരതീയ പാരമ്പര്യമാണ്, ഭാരതീയ സംസ്കൃതിയിൽ കാണുന്നൊരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, നോമ്പിലേക്ക് പ്രവേശിച്ചത് നമ്മുടെ പൂർവിക പിതാക്കന്മാരെ ഓർത്തുകൊണ്ട്. അനേകര് കടന്നു വരുന്നു പറയും, എന്തിനാണ് പൂർവികരെ ഓർക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വാങ്ങിപ്പോയവരെ ഓർക്കുന്നത്? വാങ്ങിപ്പോയവരുടെ സംസർഗം, വാങ്ങിപ്പോയവരുടെ മധ്യസ്ഥത നമുക്ക് വലിയ കോട്ടയാ പ്രിയമുള്ളവരെ. അത് രുചിച്ചറിയണം ഞാനും നിങ്ങളും. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ആ ഒരു വലിയ തെളിവ് നമുക്കുണ്ടാകണം. യെഹെസ്കേൽ പ്രവാചകൻ കാണുന്നുണ്ട്, ഒരു അസ്ഥി താഴ്വരയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ സടകുടഞ്ഞെഴുന്നേറ്റ് ശരീരവും ഞരമ്പും തൊക്കും വെച്ച് ദൈവസന്നിധി നിൽക്കുന്ന ആർത്ത ഇരമ്പുന്നൊരനുഭവം. ഇതൊരു വലിയ അനുഭവമാ, ഒരു വലിയ ദർശനമാ, നമ്മുടെ പൂർവികര് അനുഭവിച്ചറിഞ്ഞ ദർശനമാ. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളും മുൻപേറുന്നത് പ്രിയമുള്ളവരെ. ഇവിടെ ഇതാ ശമൂവേൽ പ്രവാചകനോട് ദൈവജനം കടന്നു വന്ന് പറയുക, അല്ലയോ പ്രവാചക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക.
ഈ 2012 ഫെബ്രുവരി മാസം ഈ അവസാന ആഴ്ചയിൽ ഈ നോമ്പിന്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ യഥാർത്ഥമായ സംരക്ഷണയിൽ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞങ്ങൾ ഭയപ്പെടുന്ന ആഗൽക്രിസ്തുവിനെ ജയിക്കുവാൻ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധനായ തിരുമേനിയോട് അപേക്ഷിക്കുക. അങ്ങനെ ആത്മാർത്ഥമായി ആരെങ്കിലും അപേക്ഷിക്കുന്നുവെങ്കിൽ അതിന് യഥാർത്ഥമായ ഒരു വിജയം ലഭിക്കും. പ്രവാചകൻ ദൈവജനത്തിന്റെ വാക്കനുസരിച്ചു, അവരപ്രകാരം പ്രാർത്ഥിച്ചു. സമയക്കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അവസാനം അവിടെ കാണുന്നുണ്ട് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്തു, യഹോവയ്ക്ക് സർവാംഗ ഹോമയാഗം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റുപോയി. നോക്കിക്കേ, ആധ്യാത്മികമായ ചവിട്ടുപടിയിൽ കൂടി പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവർ മുന്നേറുകയാണ്. അവസാനം ശമൂവേൽ പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം ആയപ്പോൾ, സമർപ്പണം പൂർത്തിയായപ്പോൾ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്ത് അവർ ദൈവത്തിന് മുൻപാകെ സർവാംഗ ഹോമയാഗം കഴിക്കുകയാണ്. ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്തു, ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ എടുത്തു, ദൈവസന്നിധിയിൽ ബലി കഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, 5-ാമതായി വേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന് ഒരു ബലിവസ്തുവായി ഞാനും നിങ്ങളും മാറണം. ദൈവത്തിന് ഒരു ബലിവസ്തുവായി ഞാനും നിങ്ങളും മാറണം. ബലി അർപ്പിക്കുവാൻ വരുമ്പോൾ 1-ാമതായി വേണ്ടത് എന്താണെന്നറിയാമോ? അനുരഞ്ജനമാണ്. അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവം മുമ്പാകെ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ, ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ച് തോന്നിയാൽ നീ എന്ത് ചെയ്യണം? ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിരന്നുകൊള്ളുക. ശുഭക്കോന കഴിഞ്ഞു അല്ലേ? ശുഭക്കോന കഴിഞ്ഞില്ലേ? എത്ര പേര് നിരന്നു? എത്ര പേര് അനുരഞ്ജനപ്പെട്ടു? എത്ര പേർ ദൈവസന്നിധിയിൽ ഐക്യപ്പെട്ടു? പ്രിയമുള്ളവരെ, ഈ നോമ്പ് നോൽക്കല് നമുക്കൊരു ചടങ്ങായി മാറരുത്. പിതാക്കന്മാർ എത്ര തീഷ്ണതയോടുകൂടിയാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഒരു ബലിവസ്തുവായി മാറണം. 1-ാമതായി വേണ്ടത് അനുരഞ്ജനമാണ്. അനുരഞ്ജനം 3 വിധമുണ്ട്. 1-ാമത്തെ അനുരഞ്ജനം നമ്മോട് തന്നെയുള്ള അനുരഞ്ജനം. അതെന്താന്ന് പറയാമോ? നമ്മോട് തന്നെയുള്ള അനുരഞ്ജനം എന്ന് പറയുമ്പോൾ, ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അതിന്റെ പിന്നിൽ ഒത്തിരി പദ്ധതിയുണ്ട്. ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ അയക്കുന്നതിന് പിൻപിൽ ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. ആ പദ്ധതി അറിഞ്ഞ് നിയോഗങ്ങളെ പൂർത്തീകരിക്കുന്നതിന് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന് തിരിഹിതം അറിഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതിനാ ദൈവത്തിന്റെ പൈതൽ. അല്ലാതെ കൂട്ടായ്മയ്ക്ക് പോയത് കൊണ്ടോ, ആരാധിച്ചത് കൊണ്ടോ, ദാനധർമ്മം നടത്തിയത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ ഒന്നും പൂർണ്ണമാകുന്നില്ല. ഒരു അധ്യാപകന് അധ്യാപകന്റേതായ നിയോഗങ്ങൾ, ഒരു വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടേതായ നിയോഗങ്ങൾ, ഒരു മാതാവിന് തന്റെ മക്കളെ വളർത്തേണ്ടതായ നിയോഗമുണ്ട്, ഒരു പിതാവിന് തന്റെ കുടുംബത്തിന്റെ അച്ചടക്കത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു നിയോഗമുണ്ട്. എനിക്ക് നിങ്ങൾക്കൊരു നിയോഗമുണ്ട്. ഒരു പുരോഹിതന്റേതായ നിയോഗമുണ്ട്. അത് ദൈവസന്നിധിയിൽ ആരായി അറിഞ്ഞുകൊണ്ട് ആ നിയോഗങ്ങളെ പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മോട് തന്നെയുള്ള അനുരഞ്ജനം പൂർണ്ണമാക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മോടും ദൈവത്തോടും കാണിക്കുന്ന വലിയ കാപട്യമ, ഈ കാപട്യത്തിന്റെ മുഖംമൂടി വലിച്ചെറിയുക. ദൈവമേ, നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ നിയോഗം എന്താണ്? ഞാനിതൊരു യഥാർത്ഥ വീട്ടമ്മയായി മാറിയിട്ടുണ്ടോ? ഞാൻ യഥാർത്ഥമായ കുടുംബിനിയായി മാറിയിട്ടുണ്ടോ? ഞാൻ യഥാർത്ഥമായ ഭർത്താവായി മാറിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? മക്കൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? എൻ്റെ മാതാപിതാക്കളോട് അനുസരണമായി പെരുമാറിയിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിന് ഞാൻ അച്ചടക്കമായി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് പെരുമാറിയിട്ടുണ്ടോ?
എന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ആധുനിക കാലത്തിൽ ഇതൊന്നും കാണുവാൻ കഴിയാതെ പോകുന്നു. മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ കടപ്പാടുകൾ വിസ്മരിക്കുന്നു, നിയോഗങ്ങൾ വിസ്മരിക്കുന്നു, ഉത്തരവാദിത്വങ്ങൾ വിസ്മരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഭവനത്തിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ ഒരു 80 വയസ്സുള്ള ഒരമ്മ ഒരു സിറ്റ് ഔട്ടിൽ, അവരുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാ. ദൂരവേ ചെന്ന എൻ്റെ കൂടെ സ്ലിബാ സമൂഹത്തിന്റെ ജനറൽ സെക്രട്ടറി അവനായ ശമോൻ റംബാസിനും ഞങ്ങൾ രണ്ടുകൂടെ ചെന്ന് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ മനസ്സിലായി അച്ഛന്മാരാണ്, റംബാച്ചനാണ്. ആ അമ്മയോട് ചോദിച്ചു, ഇവിടെ ആരും ഇല്ലയോ? റംബാച്ച, അച്ഛാ ഇവിടെ ഉണ്ടായിരുന്നു, മക്കൾ ജർമ്മനിയിൽ നിന്ന് കടന്നു വന്നതാ, കഴിഞ്ഞ 2 ആഴ്ചയായി കടന്നു വന്നിട്ട്. അവര് രാവിലെ അന്ന് തൊട്ട് രാവിലെ എന്നും ഇറങ്ങിപ്പോകും. എനിക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് ഈ സിറ്റ് ഔട്ടിൽ ഒരു മൂലയ്ക്ക് വെച്ചേക്കും. എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, മുറി പൂട്ടിയിരിക്കുക. ഈ സിറ്റ് ഔട്ടിലാണ് രാവിലെ തൊട്ട് അവർ എപ്പോഴാണോ വരുന്നത് അന്നേരം വരെ. ഞാൻ നോക്കിയപ്പോൾ ആ സിറ്റ് ഔട്ടിന്റെ ഒരു മൂലയ്ക്ക് രാവിലത്തെ കഴിച്ചിട്ടില്ല, ദോശയൊക്കെ ഉറുമ്പരിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്നപ്പോൾ 12 മണിയായി. ഉച്ചക്കത്തേക്കുള്ള ചോറ് ഉറുമ്പരിച്ചിരിക്കുന്നു, ചായയിലൊക്കെ ഉറുമ്പ് കയറിയിരിക്കുന്നു. ആ അമ്മ എങ്ങനെ കഴിക്കും? അമ്മ എന്നോട് പറയാം, അച്ഛാ എനിക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇന്നലെ ആണെങ്കിൽ രാവിലെ പോയിട്ട് രാത്രി 8 മണിയായി കടന്നു വന്നപ്പോൾ എന്നെ പൂട്ടിയിട്ട് പോയിട്ട്, പക്ഷെ എന്നെ റൂമിലാക്കിയാൽ മതിയായിരുന്നു, ഞാൻ ബാത്റൂമിൽ പോയി അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത, തൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത മക്കള് ഏറി വരികയാ. നമ്മുടെ നിയോഗങ്ങൾ മറന്നു പോകരുത്. ഒന്നാമത്തെ അനുരഞ്ജനം നമ്മോട് തന്നെയുള്ള അനുരഞ്ജനം, ഉത്തരവാദിത്തങ്ങളെ മറന്നു പോകരുത്. രണ്ടാമത്തെ അനുരഞ്ജനം നമ്മുടെ കുടുംബത്തോടുള്ള അനുരഞ്ജനം, ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള കടമ, ഭർത്താവിന് ഭാര്യയുള്ള കടമ, കുടുംബത്തോടുള്ള അനുരഞ്ജനം. മൂന്നാമത്തെ അനുരഞ്ജനം നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തോടും ദൈവത്തോടുമുള്ള അനുരഞ്ജനം. ആദ്യത്തെ 2 അനുരഞ്ജനങ്ങളും പൂർത്തീകരിക്കുമ്പോൾ മൂന്നാമത്തെ അനുരഞ്ജനം, ദൈവത്തോടുള്ള അനുരഞ്ജനം സാധ്യമാകുകയാ. അതുകൊണ്ട് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾ ഒരു ബലിവസ്തുവായി മാറണം. ബലി അർപ്പിക്കുന്നവനാകാതെ ഒരു ബലിവസ്തുവായി, ബലിയർപ്പകനും ബലിവസ്തുവും എല്ലാം ഞാൻ നിങ്ങളുമായി മാറണം. റോമാലേഖനം 12-ാം അധ്യായം പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പൂർണ്ണ വിശുദ്ധിയോടുകൂടി ജീവനും പ്രസാദവുമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുക. 5-ാമതായി അവിടെ പ്രവാചകൻ പാല് കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ എടുത്ത് ദൈവത്തിന് യാഗമർപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? യാഗമർപ്പിക്കുന്ന സമയത്ത് അവർ ഭയപ്പെട്ടതായ ഫെലിസ്ത്യര് പടക്കോപ്പുകൾ വേണ്ടി യുദ്ധസന്നാഹങ്ങളോടുകൂടി ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിൽ കടന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇടിമുഴക്കി. ഫെലിസ്ത്യര് ഭയപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫെലിസ്ത്യര് അവർ പരാജയത്തിന്റെ ഭീതിയിലാകുകയാ. പ്രിയമുള്ളവരെ, 5 ചിന്തകളാണ് പങ്കുവച്ചത്. ദൈവത്തിന്റെ പെട്ടകം വഹിക്കുവാൻ ഒന്നാമതായി വേണ്ടത് വിശുദ്ധീകരണം, വ്യക്തിപരമായ വിശുദ്ധീകരണം, കുടുംബപരമായ വിശുദ്ധീകരണം. രണ്ടാമതായി ഒരുമിച്ചുള്ള കൂടിവരവ്, ഐക്യപ്പെടൽ, സ്നേഹത്തിൻ്റെതായ അനുഭവം, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്ന സമഗ്രമായ സമർപ്പണം. മൂന്നാമതായി കണ്ണുനീരോടുകൂടിയുള്ള ഉപവാസവും പ്രാർത്ഥനയും. 4-ാമതായി സാക്ഷികളുടെ സമൂഹത്തിലുള്ള മധ്യസ്ഥതയും, വാങ്ങിപ്പോയ പിതാക്കന്മാരുള്ള മധ്യസ്ഥതയും പ്രാർത്ഥനയും. 5-ാമതായി ഞാൻ നിങ്ങൾ ഒരു ബലിവസ്തുവായി തീരുന്ന ഒരനുഭവം. ഇത്രയും ആയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവസാന വാക്യം പറയുന്നുണ്ട്, ഫെലിസ്ത്യരെ പിന്തുടർന്നു, ബേത്കാരിന്റെ താഴ്വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനന്റെ മധ്യ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ശമൂവേൽ പ്രവാചകൻ എന്ത് ചെയ്തു? ഇന്നയോളം ദൈവം സഹായിച്ച ആ നന്മയെ പ്രകീർത്തിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു കല്ലെടുത്ത് നാട്ടി. എന്നിട്ട് പറയുക, എബനേസർ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഈ നിമിഷം ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ ഇന്നയോളം വഴി നടത്തിയ ദൈവത്തിന് ഒരു സ്തോത്രയാഗം അർപ്പിക്കുവാൻ, ദൈവത്തിനൊന്ന് നന്ദി പറയുവാൻ, ഞാൻ നിങ്ങളൊരു നന്ദിയായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. കഴിഞ്ഞകാല ജീവിതത്തിൽ മരണം വഴിയായി, രോഗം വഴിയായി, അപകടം വഴിയായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങളിലും ദൈവം നമ്മെ കോരിയെടുത്ത് ഇന്നയോളം ജീവനുള്ള ദേഹിയായി, നല്ല മകനായി, മകളായി, ദൈവത്തിന് കൊള്ളാവുന്ന സാക്ഷിയായി നമ്മെ ആക്കി തീർത്തില്ലേ? നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക.
50-ാം സങ്കീർത്തനം അവസാന വാക്യം പറയുന്നു, സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, അവൻ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമം കെട്ട ജീവിതങ്ങളെ മാറ്റിക്കൊണ്ട് ക്രമമായി ദൈവസന്നിധിയിൽ അച്ചടക്കമുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, നോമ്പോടെ, ജാഗരണത്തോടെ ദൈവവചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി, പൗരസ്ത്യ ആധ്യാത്മികത അടിത്തറകളെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ആകൽക്കർസായെ ജയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെയൊക്കെ കടന്നു വരുവാനും ദൈവവചനം പങ്കിടുവാനായി എന്നെ ഇവിടെയൊക്കെ ക്ഷണിച്ച വന്ദനായ പ്രിൻസ് കൂടാരത്തിലുള്ള എല്ലാം നന്ദി സ്നേഹം അർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന വന്ദരായ വൈദിക ശ്രേഷ്ഠരോടും ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവജനത്തോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ഈ 50 നോമ്പ് യഥാർത്ഥമായ വിടുതലിൻ്റെ അനുഭവം, രൂപാന്തരത്തിൻ്റെ അനുഭവമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.